അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ആലോചിച്ച് വരുന്നത് 3 ടയർ സിസ്റ്റത്തെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഞാൻ ഇനി എന്താ പറയാ, പെട്ടെന്ന് കോള് വന്നപ്പോ എന്റെ വേറെ വൈകിട്ടൊന്നല്ല, ഞാൻ ഈ യാഥാസ്ഥ്യത്തിലേക്ക് വന്നതാണ്. ഇപ്പൊ നമ്മൾ ആലോചിക്കണ വെച്ച് കഴിഞ്ഞാല് ഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്ന കുട്ടികളെ 3 തിരിച്ചിട്ടുണ്ട്. നിയമം RPW ആക്ട് 3 ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ധാരണ ഉണ്ടോ? ഇല്ല. 2R 2S 2T എന്ന് പറയുന്ന സെക്ഷൻ 2 ചാപ്റ്റർ 2 RST എന്ന് പറയുന്ന സെക്ഷൻ നിയമം പറയണേ സെക്ഷനുകളുണ്ട്. അതിൽ 3 വിഭാഗമാക്കി വെച്ചിട്ടുണ്ട്. അതില് ഡിസബിലിറ്റിയിൽ പിന്നെ പരിഗണനയൊക്കെ കിട്ടണമെങ്കിൽ എത്ര പെർസെന്റേജ് വേണമെന്നാ പറയാ? അത് നിങ്ങൾക്ക് അറിയാം. എബവ് 40 40 അതിൽ കൂടുതലോ ഉള്ള ആളുകൾക്കാണ് PSCക്കൊക്കെ റിസർവേഷൻ കിട്ടുക. പരിഗണന സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ 40% അതിൽ കൂടുതലോ ഡിസബിലിറ്റി ഉണ്ടാകണം എന്നാണ് നിയമം. അങ്ങനെയുള്ള ആളുകളെ പറയുന്ന പേരാണ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്ന് പറയാം. അങ്ങനെ അറിയോ? അറിയില്ല. ചങ്ങരംകുളംകാർക്ക് പിന്നെ ഈ പോരാട്ട വീര്യം കുറയുന്നത് കൊണ്ടാണോ? അങ്ങനെയാണോ? എനിക്കറിയില്ല. അത് ആണല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല ഉണ്ടാവുക, സാധാരണ ഇങ്ങനെയല്ല ഉണ്ടാവുക. അതൊക്കെ കൃത്യമായിട്ട് അറിയും. എനിക്ക് തോന്നുന്നത് നിങ്ങള് ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല. അല്ല, ഞാനതല്ല, നിങ്ങള് കുറച്ചും കൂടി നടന്ന് തുടങ്ങണേ ഉള്ളൂ എനിക്ക് സംശയം. മറ്റേതൊക്കെ കൃത്യമായിട്ട് അറിയുമായിരുന്നു. പോട്ടെ. അപ്പം ഞാൻ രാവിലെ വരുമായിരുന്നു. സാധാരണ ഭിന്നശേഷി കുട്ടിയുടെ ലെക്ചർ ഇത്ര അങ്ങോട്ടേക്ക് ഇറങ്ങി പറയേണ്ടി വരാറില്ല. അവർക്ക് ധാരണ ഉണ്ടാവും കാര്യങ്ങളൊക്കെ. പോട്ടെ. അപ്പൊ 40% അതിൽ കൂടുതലോ ഡിസബിലിറ്റി ഉണ്ടെങ്കിലാണ് എന്ത് കിട്ടുക? ഈ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പൊ അങ്ങനെ അതിനാണ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്ന് പറയാം. ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആൾക്കാർക്ക് കിട്ടുള്ളൂ. അപ്പൊ പക്ഷെ അതിന് താഴെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാൻ ഡിസേബിൾഡ് ആണ്, എനിക്ക് കണ്ണ് കാണത്തില്ല. നിങ്ങൾ എന്നോടൊരു കാര്യം വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണില്ല. എനിക്ക് കണ്ണട വെച്ചാലാണ് എന്ത് കാണുക? കണ്ണ് കാണുക. കണ്ണട വെച്ചു കണ്ണ് കാണുമെങ്കിൽ ഞാൻ ഡിസേബിൾഡ് അല്ല. ഇപ്പൊ ഞാൻ ഡിസേബിൾഡ് ആണ്. അപ്പൊ എന്റെ ശതമാനം 40 കുറവാണ്. കണ്ണട വെച്ച് എനിക്ക് പരിഹരിച്ചു. അപ്പൊ ഞാൻ ഡിസേബിൾഡ് ആണോ? ആണ്. ഞാൻ പെടുന്ന വിഭാഗമാണ് 2R. അല്ല, സോറി, 2S. 2Sലാണ് ഞാൻ പെടും. കാരണം ഞാൻ ഡിസേബിൾഡ് ആണ്. പക്ഷെ എനിക്ക് 40% ഇല്ല. ഞാൻ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി പെടൂല. അതേസമയം കുറച്ചും കൂടി ഡിസേബിലിറ്റി കൂടി വന്ന് 40% അതിൽ കൂടുതലായാൽ അവർ വേറെ ഞാൻ പെടാത്ത വിഭാഗമുണ്ട്. ഞാൻ ഭിന്നശേഷി വിഭാഗമാണ്. പക്ഷെ അവർ ഏത് വിഭാഗത്തിൽ പെടും? 40% കൂടുതലുള്ള ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള PSCക്ക് റിസർവേഷനൊക്കെ കിട്ടുന്ന, സ്കോളർഷിപ്പുകളൊക്കെ കിട്ടുന്ന, യാത്രാ കൺസെഷനൊക്കെ കിട്ടുന്ന വിഭാഗത്തിലേക്ക് മാറി. അതാണ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി. അതിൽ നിന്ന് വീണ്ടും ഡിസബിലിറ്റി കൂടി 80% കൂടുതൽ ഡിസബിലിറ്റി വരുമ്പം, പെർസെന്റേജ് മാത്രമല്ല കേട്ടോ കാര്യം, സിവിയർ ഡിസബിലിറ്റി വരുമ്പം അവര് 2Tയിൽ പെടും. സിവിയർ ഡിസബിലിറ്റി അവരെ പറയാ പേഴ്സൺസ് നീഡ് സിവിയർ സപ്പോർട്ടാണ്. അവർക്ക് ജീവിതത്തിൽ ഫുൾ ടൈം എന്ത് വേണം? സപ്പോർട്ട് വേണം. അല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. സപ്പോർട്ട് വേണം അവർക്ക്. അതാണ് സിവിയർ ഡിസബിലിറ്റി ഉള്ള വിഭാഗം. അവർക്ക് 2T എന്ന് പറയുന്ന വിഭാഗം. അവർക്ക് വേറെ പരിഗണനയാണ് നിയമം പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ 3 തരമായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും നിയമപ്രകാരം. 2S എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ 2R പെടും, 2Tക്കാരും പെടും. ഇതൊക്കെ സെക്ഷൻ ആണ് പറയുന്നത്. 2Rൽ പെടുന്ന ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആളും പെടും, 80% ആളും പെടുമല്ലോ, പെടും. പക്ഷെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആരെ പെടുള്ളൂ? 80% 2Tക്കാരെ പെടുള്ളൂ. 2T എന്ന് പറഞ്ഞാൽ അവരൊന്നും പെടൂല, ഒരു സിവിയർ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണ്. അങ്ങനെ 3 തിരിക്കാം. ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവല്ലോ, അതിലും പല ടൈപ്പ് ആളുകൾ ഉണ്ടാവും. അതേപോലെ കാഴ്ചപരമായ വെല്ലുവിളി നേരിടുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അതിലും പല ടൈപ്പ് ആളുകൾ ഉണ്ടാവും. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ആളുകൾ ഉണ്ടാവും. അതില് സ്ലോ ലേണർ എന്ന് പറയുന്ന വിഭാഗമല്ലേ പറഞ്ഞല്ലോ, അതൊക്കെ ബിലോ 14 ആൾക്കാരാണ്. ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി പെടൂല, അവർ അതിൽ പെടൂല. അല്ലില്ല, ഒരു ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി പെടില്ല. PSCക്ക് റിസർവേഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കേണ്ട ആരും അന്ന് കിട്ടമാട്ടെ, അതൊന്നും കിട്ടില്ല. ഒരു സാധാരണ ആൾക്കാരാണ്. പിന്നെ സർട്ടിഫിക്കറ്റ്, പിന്നെ പാരന്റ്സിന് വല്ല താല്പര്യം പിടിച്ച് ഇപ്പുറത്തേക്കൊക്കെ ആക്കിയിട്ടോന്ന് ചോദിച്ചാൽ ഞാനിപ്പറ്റി എനിക്കറിയില്ല കേട്ടോ.
അതിനെപ്പറ്റിയും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സാധാരണ രീതിയിൽ അത് കിട്ടില്ല. 25% ഡിസബിലിറ്റി ഉള്ളൂ, കിട്ടില്ല. പരീക്ഷയ്ക്ക് ആരെ കിട്ടും? സ്ക്രൈബിന് കിട്ടുവേ. പരീക്ഷയ്ക്ക് സ്ക്രൈബിനും കിട്ടും, ഇന്റർപ്രറ്റിനും കിട്ടും. ആനുകൂല്യങ്ങൾ കിട്ടാത്ത പ്രശ്നമില്ല. ഏത് പരീക്ഷാ ആനുകൂല്യങ്ങൾ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. എന്ത് കിട്ടൂല? PSCക്ക് റിസർവേഷനോ പിന്നെ സാമൂഹ്യ നീതി വകുപ്പ് കൊടുക്കുന്ന സ്കോളർഷിപ്പുകളോ പദ്ധതികളോ ഒന്നും ആർക്ക് കിട്ടില്ല? ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കേ കിട്ടുള്ളൂ. പരീക്ഷയ്ക്ക് ആരെ കിട്ടും? സ്ക്രൈബിന് കിട്ടുന്നതിന് ഇന്റർപ്രറ്റർ കിട്ടുന്നതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അല്ല ഒരു മിനിറ്റ്, അല്ല ഒരു കാര്യം പറഞ്ഞു മനസ്സിലായി, അപ്പുറം മനസ്സിലായി. ഞാൻ ആലോചിച്ചതല്ല. കഴിഞ്ഞ വർഷം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കഴിഞ്ഞ വർഷം അതിന് മുമ്പ് വർഷത്തെ വരെ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മുമ്പത്തെ വർഷം വരെ കിട്ടുമെന്ന് എനിക്കറിയാം. നിങ്ങൾ വളരെ മുമ്പത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ കിട്ടുമായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ എന്ന് എനിക്ക് അറിയില്ല. അല്ല ഞാൻ എന്റെ മനസ്സിൽ കൂടെ ഇപ്പൊ എടുത്തിട്ടത് സർക്കുലറാ. ഞാനിപ്പോ എന്റെ മനസ്സിൽ കൂടെ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് സർക്കുലറാണ്. 2023 സർക്കുലർ തന്നെയാണ് 24-നും, അത് തന്നെയാണ് 25-നും, അത് തന്നെയാണ് 26-ലും സർക്കുലറിലെ ഗവൺമെന്റ് ഞങ്ങളെല്ലാം ഇറക്കുന്നത്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുന്നത്. സർക്കുലറിൽ മാറ്റിയിട്ടില്ല. എന്താ പറയുമ്പോ മാറ്റിയിട്ടില്ല. ഇനി മാറ്റിയത് ഭാഗം ഞാൻ വേറെ പറഞ്ഞുതരാം. അത് നടക്കട്ടെ. ഇപ്പൊ വേറൊരു കാര്യം പറഞ്ഞു, റദ്ദി കൊണ്ട് ഇരുന്നില്ല, ഞാൻ വേറെ പറഞ്ഞുതരാം. പിന്നെ മാറ്റിയിട്ടില്ല, ആർക്ക് കിട്ടും? ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ നോക്കണം എന്തിനാ എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ ഞാൻ പോയിട്ട് ഡോക്ടറെ നോക്കിക്കോളി, ഡോക്ടർ അവിടെ ഉണ്ടാവില്ലേ? നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ ഡോക്ടർ ഇങ്ങനെ നോക്കുന്നത്, എനിക്ക് ഡോക്ടർ നിങ്ങളൊക്കെ പേടി സ്വപ്നമാണോ എന്ന് എനിക്ക് സംശയം. എനിക്ക് അറിയില്ല കേട്ടോ. ആദ്യം കുറെ പാരന്റ്സ് കിട്ടുവാ? കിട്ടും. ഡോക്ടറോട് കിട്ടും. അതോടുകൂടി ആരൊക്കെ പാരന്റിന്റെ പ്രശ്നവും കഴിഞ്ഞ്, സൈക്കോളജിസ്റ്റിന്റെ പ്രശ്നവും കഴിഞ്ഞ്, പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് എന്താ പ്രശ്നം? നിങ്ങൾക്കൊരു പ്രശ്നമില്ല, പിന്നെ ഞമ്മക്കായിട്ട് എന്ത് പ്രശ്നം? ഈ കാര്യം മനസ്സിലായ? അതിന്റെ പിന്നെ നേർപരിച്ഛേദമാണ് ഈ ഡയലോഗ്. അഥവാ അവർ എടുത്ത് കളയാൻ വിചാരിച്ചിട്ട് എടുത്ത് കളയരുത്. ഇവർക്ക് ഒക്കെ കൊടുക്കണം സ്ക്രൈബ് ഇന്റർപ്രറ്ററും. അപ്പോഴും പുഴയിലെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കോളും. നമുക്ക് കരയിൽ ഇരുന്നിട്ട് കടല കുറിക്കാം. നിങ്ങൾക്ക് എത്ര ആൾക്ക് മനസ്സിലാവുണ്ടെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് മനസ്സിലാവുണ്ട്, ഓർക്ക് മനസ്സിലാവുണ്ട്. തോക്കല്ലല്ലോ, തോൽക്കണം. ഒരു മിനിറ്റ്, അത് അടുത്ത പ്രശ്നം. ഒരു മിനിറ്റ്. അണ്ടർലൈൻ പ്രിൻസിപ്പിൾ ഉണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്. അടിസ്ഥാനപരമായ രേഖയാണ് ഒരു കുട്ടിയും തോൽക്കരുത്. അത് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. നിങ്ങൾ എന്തൊക്കെ കളിച്ചാലും കുട്ടികളെ ആര് പാസ്സാക്കി കളയും? അങ്ങനെ ചിരിക്കണ്ട. അത് അണ്ടർലൈനിങ് പ്രിൻസിപ്പിളാണ്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ ഞങ്ങൾ പറയും, ആൾക്കാരോട് എന്ത് പറയും? ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സിനോട് ഞങ്ങൾ പറയും, ഒരു കുട്ടിയും എന്ത് ചെയ്യരുത്. നിങ്ങൾ ഇനിയിപ്പം പിന്നെ കേരള സിലബസ് പഠിച്ചാൽ തോക്കിലാന്നൊക്കെ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് പാലം കുലിക്കാൻ കേളം കൊല്ലുന്ന പോലെയാ. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഒരു കുട്ടിയെയും എന്ത് ചെയ്യാൻ പാടില്ല? തോൽപ്പിക്കരുത്. അതെന്തുകൊണ്ടാണെന്ന് പറയും. നിങ്ങൾക്ക് SSLC പരീക്ഷ കുട്ടീന്റെ ജീവിത വിധി നിർണ്ണയിക്കുന്ന പരീക്ഷയൊന്നുമല്ല. അത് നിങ്ങൾക്ക് കുട്ടികളെ അറിയാനിട്ടാ. കുട്ടി കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളും കുട്ടി വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളും കുട്ടി വളർന്നു വരുന്ന മാനസികാവസ്ഥയും ഒക്കെ കുറെ സാധനങ്ങളുണ്ട്. ഓനെ തോപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ സൊസൈറ്റി തോൽക്കുന്ന കുട്ടിക്ക് വേണ്ടി സൊസൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കിച്ചിട്ടുണ്ടോ? അവൻ പഠിച്ചോളും എന്നുള്ള ഞങ്ങൾ ശുഭാപ്തി വിശ്വാസക്കാരാ. +2 എത്തിയാൽ നമ്മൾ എന്ത് പറയും? തോൽപ്പിക്കാൻ വേണ്ട.
നിങ്ങളെ ഇപ്പൊ ഞങ്ങൾ തിരിച്ച് വേറൊരു കാര്യം പറയും, A+ കൊടുക്കണ്ടെന്ന് തന്നെ പറയും. A+ കിട്ടൂല നമ്മളെ കിട്ടൂല. ഞാൻ ഉറപ്പിച്ച് പറയണോ, പഠിക്കാത്ത കുട്ടികൾക്ക് ഒന്നും കിട്ടൂല. A+ കിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഗണിതത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് എനിക്ക് ചാർജ് ചെയ്തിരുന്നു. ഇനി അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്തവരൊന്നും പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ 50% കുറവാണ്. പണ്ട് 100 കിട്ടിയിരുന്നെങ്കിൽ ഇപ്രാവശ്യത്തെ SSLC പരീക്ഷയ്ക്ക് 50 കുറവേ എന്ത് കിട്ടിയിട്ടുള്ളൂ, A+ കിട്ടിയിട്ടുള്ളൂ. അടുത്ത മാർച്ചിൽ ഇനിയും ടൈറ്റ് ആക്കാനാ പറഞ്ഞത്. അടുത്ത മാർച്ചിൽ പഠിക്കുന്നവരും മതിയെന്ന് A+. എന്തിനാ അങ്ങനെ കൊടുക്കണേ? കൊടുക്കണ്ടെന്ന് തന്നെ പറഞ്ഞു. ഇങ്ങനെ തന്നെ പറഞ്ഞു. നല്ല നോളജ് ഉണ്ടെങ്കിൽ എന്ത് വേണ്ടു? A+ വേണ്ടു. A+ വേണ്ടു. കമ്പ്യൂട്ടർ സയൻസിന്റെ ടെക്സ്റ്റ്, പ്ലസ് 2 കമ്പ്യൂട്ടർ സയൻസിന്റെ ടെക്സ്റ്റ് അത് ഒന്നൊന്നര ടെക്സ്റ്റാ. അത് എഴുതുന്ന സമയത്ത് പിന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടായി. മക്കൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഒരു കുട്ടിയും തോൽപ്പിക്കില്ല. കുട്ടികൾ പാസ്സാവുന്നു എന്ന് ആര് ഉറപ്പ് വരുത്തും? നമ്മൾ ഉറപ്പ് വരുത്തും. പക്ഷെ A+ കിട്ടണമെങ്കിൽ ഇത് വേണം. അപ്പൊ നിങ്ങൾ 2 ചാപ്റ്റർ ഒഴിവാക്കിയിട്ട് പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ പറയും, അങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുമെങ്കിൽ ഇതിനുള്ളിൽ നിന്ന് 30 മാർക്ക്. ആദ്യത്തെ 3 ചാപ്റ്റർ, അടുത്ത 3 ചാപ്റ്ററിന് 30 മാർക്ക്, അടുത്ത 3 ചാപ്റ്ററിന് 30 മാർക്ക്, അടുത്ത 3 ചാപ്റ്ററിന് 30 മാർക്ക്, അവസാനത്തെ 3 ചാപ്റ്റർ വിട്ട് അങ്ങക്ക് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റൂല. ദുഷ്ട മനസ്സ്. മുഴുവൻ പഠിച്ചാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. അപ്പോഴും നമ്മൾ പറഞ്ഞേ, പാസ്സാവാനുള്ള 30 മാർക്ക് പറഞ്ഞു കൊടുത്താലും കുഴപ്പമില്ല. പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടാക്കണം എന്നല്ല. അധ്യാപകർക്ക് അറിയും, ഈ ചാപ്റ്ററിൽ ഇന്ന് എസ്സേ നിർബന്ധമായിട്ടും വരും, പഠിച്ചോ. ആ ചാപ്റ്ററിൽ ഈ പ്രോഗ്രാം ഇന്ന് ഇവരും പഠിച്ചോ. പറഞ്ഞു കൊടുത്തേക്ക്, പഠിച്ചോട്ടേന്ന്, പാസ്സായിക്കോട്ടേന്ന്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? പാസ്സായി പോയിക്കോട്ടെ, ഡിഗ്രിക്ക് പോയിക്കോളൂ, എങ്ങനെ പഠിച്ചോട്ടെ. പക്ഷെ A+ അത് കിട്ടില്ല. നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ വാങ്ങി, അപ്പൊ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ A+ ഉണ്ട്. അപ്പൊ നമ്മൾ പറയും, A+ ഉണ്ട്. ഏത് കൊല്ലം പാസ്സായി? കഴിഞ്ഞല്ല പാസ്സായി. കമ്പ്യൂട്ടറിക്ക് നല്ല നോളജ് ഉണ്ട് കേട്ടാ. ഉണ്ട്. ഇത് സ്ക്രൈബ് വേണം, ഇന്റർപ്രറ്റർ വേണം എന്ന് പറയും. എന്താ കുഴപ്പം? പഠിപ്പിക്കാനല്ല ശ്രമിക്കണതേ. സ്ലോ ലേണർ ആയിട്ടുള്ള കുട്ടീനെ സൈക്കോളജിസ്റ്റുമാർക്ക് പഠിപ്പിച്ച് പാസ്സാക്കണമെങ്കിൽ എല്ലാ ദിവസവും എന്ത് കൊടുക്കണം? സൈക്കോളജിസ്റ്റ് ആണ് പഠിപ്പിക്കണം. എനിക്കറിഞ്ഞൂടാ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ. പിന്നെ സ്ക്രൈബ് കിട്ടിയില്ലേ പ്രശ്ന അല്ലേ? പാസ്സാവോ? ഈ പറഞ്ഞ പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാന്ന് ഉറപ്പുണ്ടേ? അത് നമ്മൾ പറഞ്ഞല്ലോ. അതെന്ത് ചെയ്യണം? ആ കുട്ടിയെ മനസ്സിലാക്കി. അപ്പൊ പിന്നെ എളുപ്പപ്പണി എന്താ? 30 ഉറുപ്പിക്ക് പിന്നെ മാവ് ഉണ്ടാകുന്ന മാങ്ങ വാങ്ങണം നല്ലത്. അപ്പൊ സ്ക്രൈബ് ഇട്ടു, ഇന്റർപ്രറ്റർ ഇട്ടു, അല്ലല്ലോ പ്രശ്നം. ഞങ്ങൾ പറയുന്നത് കൊടുക്കണ്ട. നിങ്ങളതൊക്കെ പറഞ്ഞിട്ടോ. സ്ലോ ലേണർമാർക്ക് എന്ത് കൊടുക്കണ്ട? സ്ക്രൈബ് ഇന്റർപ്രറ്ററും കൊടുക്കണ്ടേ. അടുത്ത കാലത്ത് എടുത്തു പോട്ടോ. ഈ കൊല്ലം എടുത്തു പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. താമസിയാതെ എടുത്തു പോകും. സ്ലോ ലേണേഴ്സിന് സ്ക്രൈബ് ആൻഡ് ഇന്റർപ്രറ്റർ കൊടുക്കുന്നത് ഞാൻ നോക്കിയത്, സർക്കുലർ ഇങ്ങനെ ആലോചിച്ച് നോക്കിയത്, അതിശക്തമായി ഞങ്ങൾ വാദിക്കുന്നുണ്ട്. എന്ത്? സ്ലോ ലേണേഴ്സിന് എന്ത് കൊടുക്കണ്ട? സ്ക്രൈബും ഇന്റർപ്രറ്ററും കൊടുക്കണ്ട. അവര് പിന്നെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവട്ടെ. പാസ്സാവുന്നേ. എന്താ ചോദിച്ചേ? നിങ്ങൾ എന്താ ചോദിച്ചേ? ഓക്കെ. ഇതില് ഒരു കാര്യം ഞാൻ ഒന്നും പറഞ്ഞ വല്ലാതെ പോകുന്നില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം, പൊതുവിദ്യാഭ്യാസ വകുപ്പ് റെഡിങ് കൊണ്ട് എഴുതുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അതെന്താ സംഭവിച്ചെന്നറിയോ നിങ്ങൾക്ക്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു 2-3 കൊല്ലം മുമ്പ് ഒരു തീരുമാനം എടുത്തു. പണ്ട് എങ്ങനെയാണെന്നറിയോ? എഴുതി കിട്ടിയതിന്റെ 20% അവർക്ക് കൊടുക്കണം എന്നായിരുന്നു. ഇപ്പൊ എന്ത് പറഞ്ഞു? എഴുതിയതിന്റെ 20% കൂടി കൊടുക്കാം. പാസ്സാവാൻ മാത്രം കൊടുത്താൽ മതി. പാസ്സായി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കൂല. പിന്നെ എഴുതിയതേ കിട്ടൂ. എഴുതി കിട്ടിയത് 30 മാർക്കാണെങ്കിൽ 30ന്റെ 1/4 7.5, 37 കിട്ടുമായിരുന്നു. പക്ഷെ 30 കിട്ടിയ പാസ്സായി. അപ്പൊ പിന്നെ ഒന്നും കിട്ടൂല, 30 ഉള്ളൂ. മനസ്സിലായോ? അപ്പം പ്രോഗ്രാമിംഗ് ചെയ്താൽ മതി, ഇവിടെ കൊടുക്കണ്ട. മനസ്സിലാവുണ്ടോ? ഡിസേബിൾഡ് കാറ്റഗറി ആണ് എങ്കിൽ പിന്നെ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രോഗ്രാമിംഗ് ചെയ്താൽ മതി. ഡിസേബിൾഡ് കാറ്റഗറി ആണ് വരുന്നതെങ്കിൽ എഴുതി കിട്ടിയതിന്റെ 25 കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? പിന്നെ ജയിച്ചു വീഴുക, അതിനപ്പുറം കൊടുക്കുക.
പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ പഠിപ്പിക്കാമെന്നും കൂടി ആര് പഠിപ്പിക്കുന്നുണ്ട്? TTCക്കും DEDനും BEDനും പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ പരിപൂർണ ഉത്തരവാദിത്തമാണ് എന്ത് ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്, അല്ലാതെ ആവറേജോ മുന്നേ. അപ്പൊ അവർക്ക് എന്തില്ല, സ്ക്രൈബ് ഇന്റർപ്രറ്ററും ഇല്ല, പഠിപ്പിക്കണം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സ്ക്രൈബും ഇന്റർപ്രറ്ററും വേണ്ടുന്ന വിഭാഗം. 40% കൂടുതൽ എന്തുണ്ട്? ഡിസബിലിറ്റി ഉള്ള സ്ക്രൈബും ഇന്റർപ്രറ്ററും. അതിനൊരു കാര്യം കൂടി പറയട്ടെ, സ്ക്രൈബും ഇന്റർപ്രറ്ററും പിന്നെ ഔദാര്യമല്ല കേട്ടോ. RPWD ആക്ട് പ്രകാരം എന്താണ്? അവകാശമാണ്. അതൊന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് തരുന്ന അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ തരുന്ന ഔദാര്യമല്ല, അവകാശമാണ്. രണ്ടാണ്. ഈ അവകാശത്തിന് മുകളിലാണ് ചർച്ച ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എടുത്തു കളയണം എന്ന് പറയുന്നില്ലേ? തട്ടി നിൽക്കുന്നതും ചർച്ച നിൽക്കുന്നതും പിന്നെ ഘോരഘോരം ചിന്തിക്കുന്നതും ഈ നിയമം എങ്ങനെ പ്രതികരിക്കുന്നതാണ്, അല്ലാതെ പെന്റെ തുമ്പ് വെച്ച് എഴുതാൻ ബുദ്ധിമുട്ടായിട്ടല്ല. ഈ പിന്നെ RPWD ആക്ടിൽ ആർക്കും അവകാശമുണ്ട്. ഈ പറയുന്ന 40% ഇല്ലാത്ത കുട്ടികൾക്കും എന്തുണ്ട്? അവകാശമുണ്ട്. ആ റൈറ്റ് എഡ്യൂക്കേഷൻ RPWD ആക്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇതില്ല, സ്ക്രൈബ് ഇന്റർപ്രറ്റർ ഇല്ല. അപ്പൊ ആ അവകാശം ഹനിക്കപ്പെടുമോ? നിയമം ഹനിക്കപ്പെടുമോ? അങ്ങനെ നിയമം ഹനിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഇവർക്ക് എന്ത് കൊടുക്കണം? കൃത്യമായ നിയമം ഹനിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഇവർക്ക് കൃത്യമായ വിദ്യാഭ്യാസ പിന്തുണ കൊടുക്കണം. കൊടുക്കണം. കൊടുത്തിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൊടുത്തിട്ടില്ലെങ്കിൽ പാരന്റ് പിന്നെ ഇന്റെ കുട്ടിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പ്രശ്നം ഉണ്ടാക്കും. അതറക്കട്ടെ. ഇനി അതും കഴിഞ്ഞ് സ്ക്രൈബ് ഇന്റർപ്രറ്റർ കൊടുക്കും. ഇതല്ലാത്തൊരു വിഭാഗം 2T പറയുന്നൊരു വിഭാഗമുണ്ട്. എന്താണ് ഈ 2T എന്ന് പറയുന്ന വിഭാഗം? ഞാൻ നേരത്തെ പറഞ്ഞ 80% ഞാൻ പറഞ്ഞത് നിങ്ങൾ തല്ലിലേക്ക് അങ്ങനെ എടുക്കണ്ട. സിവിയർ ഡിസബിലിറ്റി എന്ന് പറയുന്നത് പെർസെന്റേജിന്റെ ബേസിലല്ല, ഇറ്റ്സ് ബേസ്ഡ് ഓൺ പെർഫോമൻസ് ആണ്. പക്ഷെ ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇതിങ്ങനെ മനസ്സിലാക്കി. അപ്പം 80% ഇല്ലെങ്കിലും എന്തിലും ചിലപ്പോൾ പെട്ടേക്കാം, സിവിയറിൽ പെട്ടേക്കാം. അത് ഓരോ ഡിസബിലിറ്റിയുടെ കാറ്റഗറി അനുസരിച്ചിട്ടാണ് എന്ത് പെടണം നിയമിക്കുന്നത്. ലേണിംഗ് ഡിസേബിൾഡ് ആണെങ്കിൽ അതിന് 40% ബിലോ എന്ന് പറഞ്ഞ പരിപാടിയില്ല. ഇന്റലക്ച്വൽ ഡിസബിലിറ്റിക്ക് എന്തുണ്ട്? 40% ബിലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലേണിംഗ് ഡിസേബിൾഡ് ആണ് ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായി? ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആയി. മനസ്സിലാവുണ്ട് പറഞ്ഞേ? അത് മിനിമം എത്രയിലേ നിൽക്കുള്ളൂ? 40 നിൽക്കുള്ളൂ. അല്ലാതെ അത് ലേണിംഗ് ഡിസേബിൾഡ് എന്ന് പറഞ്ഞാൽ പിന്നെ 40 ആണ്. കോടതി വിധി ഉണ്ട് അങ്ങനെ. ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ മുഴുവൻ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണെന്ന് ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ. ID അങ്ങനെയല്ല, അതർക്കട്ടെ. ഈ 80% ഉള്ള ആൾക്കാരില്ലേ, ഇവരും പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. ഈ ആളെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചാർട്ട് പിടിച്ച് പോയിട്ട് പേരെഴുതാൻ പറയുമ്പോൾ പേരെഴുതാൻ പറ്റുന്നില്ല, ഇത് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ. ഇവർക്ക് നമ്മൾ പറയുന്നത് ഓൾട്ടർനേറ്റ് കരിക്കുലം വേണമെന്നാണ്. ചെറുപ്പത്തിലോ മറ്റോ ഈ പിന്നെ CP ആയതുകൊണ്ട് ചെറുതുരുത്തി പ്രദേശം ഇഷ്ടം പോലെ ആടുകളുണ്ട്. ആടുന്നുണ്ടെങ്കിൽ പറയാം, ആടുകളുണ്ട്. അപ്പൊ ഈ പിന്നെ CP ആയിട്ട് കിടക്കുന്ന കുട്ടിയെ ആട് കുത്തി ഞാൻ മനസ്സിലാക്കിയത് കുത്തി മറിച്ചിട്ട് എന്തോ ചെയ്തു. അപ്പൊ കുട്ടിക്ക് ആടിനെ കാണുമ്പോൾ പേടിയാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ചെറുതുരുത്തിയിലാണ് ഇഷ്ടംപോലെ ആടുണ്ട്. അപ്പൊ ഈ ക്ലാസ് മുറി ആണെങ്കിൽ എവിടെ വെച്ചു? താഴെ ഓട്ടോ പോണ സ്ഥലത്തേക്ക് വെച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഗ്രൗണ്ടിന്റെ വക്കത്തായി എന്ത്? മറ്റേത് കയറി പോണം മുകളിലേക്കുള്ള ക്ലാസ്. അപ്പൊ ഗ്രൗണ്ടാണ് പിന്നെ റോഡിന്റെ നിരപ്പിലുള്ളത്. അപ്പൊ അവിടെ വെച്ചു. അപ്പൊ ആട് വരും. ഗ്രൗണ്ട് വലുതാ, പക്ഷെ ഗ്രൗണ്ടിന്റെ ഒരു അറ്റത്ത് ആട് വരും. അറ്റത്ത് വരുന്നാൽ മോൻ അത് കാണുമ്പം പിന്നെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ നിസ്സഹായമായ 3-ാമത്തെ വയസ്സിലോ 3-ാമത്തെ വയസ്സിലോ ആടുകുത്തി. അപ്പൊ അവിടെയൊക്കെ അവൻ പറയും ആട് 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 കിടക്കുന്നുണ്ടാവുക. അങ്ങനെ നമ്മളിങ്ങനെ നന്നോട്ട് സൂക്ഷിച്ച ഒരു പൊട്ടുപോലെ ആടിനെ കാണുള്ളൂ. പക്ഷെ ആ ആട് എപ്പോഴും വരും എന്ന് വിചാരിച്ച് ആട് എന്ന് ആര് പറയും? മോനെ IQ-ന് പ്രശ്നമില്ല. CP ആണെങ്കിൽ IQ-ന് പ്രശ്നമില്ല, നന്നായിട്ട് പഠിക്കും. ശാസ്ത്രമേളയിലൊക്കെ ജില്ലാതല ഫസ്റ്റും പിന്നെ സംസ്ഥാനതല മത്സരത്തിന് പോകുന്ന കുട്ടിയാണ്. പിന്നെ ക്വിസ് കോമ്പറ്റീഷന് പോകുന്ന കുട്ടിയാണ്. പിന്നെ മോഡലൊക്കെ ഉണ്ടാക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ഒന്നാമത് പിന്നെ അമ്മ തന്നെ കുട്ടി തന്നെ അമ്മ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടല്ലോ. അമ്മ മുഴുവനായിട്ട് ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? കുട്ടിയാ. അമ്മയാണെങ്കിൽ നല്ല ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥയായിരുന്നു എന്ന് പറയുമ്പോൾ അമ്മയുടെ ഫുൾ എഫേർട്ട് ആരുടെ മേൽ കിടക്കുന്നുണ്ട്? കുട്ടിയുടെ മേൽ താങ്ങും തണലുമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അടുത്ത പ്രശ്നം എവിടുന്ന് തുടങ്ങി? ആട് തുടങ്ങി.
അപ്പൊ ഗേറ്റിൽ എന്ത് വെക്കണം എന്ന് പറഞ്ഞു പിന്നെ പാരന്റ്? ഈ ആട് കടക്കാതിരിക്കാൻ ഒരു കുളമ്പിന്റെ ഒരു സാധനം ഇല്ലേ, എന്തോന്ന് പറയും, കമ്പിന്നൊന്നല്ല, അതിനെന്തോ ഒരു സാധനം ഉണ്ട്, അത് വെക്കണം. പാവപ്പെട്ട ആൾക്കാർ പിന്നെ രക്ഷിതാക്കളുടെ PTA. അമ്മയുടെ ആവശ്യം ന്യായമാണ്. അടുത്ത ഫൈറ്റ് അല്ല, അതിന് കോമ്പൗണ്ട് പാടില്ല. ഇത് വെച്ചിട്ട് കാര്യമില്ല, കോമ്പൗണ്ട് പാടില്ല. അപ്പം കോമ്പൗണ്ട് ഇല്ലാതെ ആട് ഏത് ഭാഗത്ത് കൂടി വരും? അപ്പൊ പഞ്ചായത്തുമായിട്ട് ഫൈറ്റ്. ജില്ലാ പഞ്ചായത്ത് കോമ്പൗണ്ട് ഇട്ടിട്ടുണ്ട്, ഇനി കോമ്പൗണ്ട് ഇട്ടിട്ട് വേണ്ട ഗേറ്റ് ഇട്ടാൻ. അങ്ങനെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അത് തുടങ്ങി, ഇതിപ്പോ ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ പറഞ്ഞേ, അത് തുടങ്ങി ക്ലാസ് മുറിയിൽ കിട്ടേണ്ട എക്സ്ട്രാ ടൈം. ഇത് പരീക്ഷയ്ക്ക് എല്ലാവർക്കും പേപ്പർ 4 മണിക്ക് വാങ്ങും, ഈ കുട്ടിക്ക് 4 മണിക്ക് വാങ്ങാൻ പറ്റൂല. കാരണം ഈ കുട്ടിക്ക് CP ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല. അപ്പൊ എക്സ്ട്രാ ടൈം വേണം. അപ്പൊ എക്സ്ട്രാ ടൈം കൊടുക്കൂല, 4 മണിക്ക് ടീച്ചർമാർക്ക് കൊണ്ട്. അപ്പൊ അമ്മ പ്രശ്നം ഉണ്ടാക്കും. കുറിച്ച് ധാരണ വേണം. 2 മണിക്കൂർ കൊണ്ട് തീർക്കുക എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ തന്നെ ഇത്രയും വലുതല്ല എന്നും ഇത്രയാണ് 2 മണിക്കൂർ എന്ന് പറയുന്ന ഒരു സമയത്തെ കുറിച്ച് സമയം പറയാൻ അറിയാന്നല്ല, പറയാൻ അറിയാൻ മറ്റേ സാധനം മതി. ഇത് ഇങ്ങനെ അമർത്തിയാൽ പറഞ്ഞു കൊടുക്കും 2 മണി 45 മിനിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കും. അതിന്റെ പ്രശ്നമില്ല. ഇത് നോക്കിയാൽ തന്നെ അറിയണം നിർബന്ധമില്ല. കൂട്ടാൻ പറയണ്ട, കാരണം കാൽക്കുലെടുത്ത് കൂട്ടിയാൽ മതി. പക്ഷെ ഇത് കൂട്ടാനാണ് എന്നും 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ 350-ന് 500 കുറയ്ക്കണമെന്നും പൈസ പറഞ്ഞിട്ട് മറ്റൊരു പോക്കറ്റിലേക്ക് പോവില്ല. അതിങ്ങ് എടുക്കുന്ന വേണം, അല്ലെങ്കിൽ ഇവിടെ ഗൂഗിൾ പേ മാത്രമാണെന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ലേ പറഞ്ഞേ? പക്ഷെ പൈസ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രായോഗികത ഗണിതം, അതേപോലെ പ്രായോഗിക ഭാഷ, സ്വന്തം വീട്ടിന് അഡ്രസ് എഴുതാൻ അറിയണം, ഒരു കത്ത് മറുപടി എഴുതാൻ സാധിക്കുന്നിടത്തോളം സാധിക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള ഭാഷ അറിയണം. പിന്നെ കാൽക്കുലേറ്റർ എടുക്കണം, പിന്നെ മൊബൈലിൽ നോക്കാൻ പറ്റണം, കമ്പ്യൂട്ടർ അത്യാവശ്യം ചെയ്ത് പ്രിന്റ് എടുക്കാനൊക്കെ അറിയണം. കാരണം ഇനിയുള്ള കാലത്ത് ആ കുട്ടികൾക്ക് അതില്ലാതെ നടക്കില്ല. ഒരു വർക്ക് പ്ലേസ് ബിഹേവിയർ, എങ്ങനെയാണ് ഒരു വർക്ക് പ്ലേസിൽ ബിഹേവ് ചെയ്യേണ്ടത് വേണം. സിറ്റിംഗ് ടോളറൻസ് വേണം. പിന്നെ വേറെ ഉണ്ട് ഫയൽസ് ഹാൻഡ്ലിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, അങ്ങനെ 5 പേപ്പറുകൾ ഉണ്ട്. ഇതാണ് വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ കുറേ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കുമ്പം അടുത്ത ചോദ്യം വന്നത്, ഇപ്പൊ സംസാരിച്ച പ്രശ്നം വന്നിട്ടുള്ളത് എഴുതി എത്തി നിൽക്കുന്ന ഭാഗം സ്ക്രൈബ് ആൻഡ് ഇന്റർപ്രറ്റർ അനിവാര്യമാണോ എന്നാണ്. നിയമം എന്ത് പറയുന്നു? ഡ്യൂട്ടിക്കാർക്ക് എന്ത് കൊടുക്കാൻ പറയുന്നുണ്ട്? സ്ക്രൈബ് ഇന്റർപ്രറ്ററും കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ തീരുമാനിക്കണമല്ല, അവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? സ്ക്രൈബ് ഇന്റർപ്രറ്റർക്ക് കൊടുക്കണം.
അങ്ങനെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് ഇവരെ ബേസിക് സാധനങ്ങളൊക്കെ പഠിപ്പിക്കപ്പെടുമോ, അതല്ല അവിടെയും പിന്നെയും സ്ക്രൈബും ഇന്റർപ്രറ്റ് വെച്ച് ഇവർക്ക് കിട്ടേണ്ടത് കിട്ടാതാകുമോ എന്ന് പറയുന്ന വെരി ഹോട്ട് ഡിസ്കഷൻ ഇപ്പൊ അതാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്. നിയമത്തിന് പുറത്തേക്ക് പോയാൽ രക്ഷിതാവ് കോടതി പോയാൽ പിന്നെ അല്ല വേറെ പ്രശ്നമൊന്നും വരില്ല, കോടതി ഒത്തിരി കൂടെ ഉള്ളു, ജയിലിലടക്കൊന്നുമില്ല. പക്ഷെ അങ്ങനെ പിന്നെ ബുദ്ധിശൂന്യമായ തീരുമാനം എടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഒരാള് പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് കൊടുത്ത് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കൊടുക്കാൻ ആർക്ക് പറ്റണം? അല്ലെങ്കിൽ പിന്നെ ആ കുട്ടി അയാളെ ബാധ്യതയാവും. ബ്രെഡ് വരുത്തി 50 ബ്രെഡ് ആണെന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ 1000 രൂപ കൊടുത്തിട്ട് ബാക്കി അതൊന്നൊക്കെ എന്റർപ്രണർ നോക്കിക്കോളും. പക്ഷേ അത് ബ്രെഡ് ആണെന്നും ബ്രെഡ് കൊടുത്താൽ പൈസ വാങ്ങണമെന്നും ബാക്കി ആളെ കൊടുക്കരുത് എന്നും കടം വാങ്ങുകയാണെങ്കിൽ എഴുതി വെക്കണമെന്നും ഒക്കെ പറഞ്ഞുള്ള ഒരു ഇതുണ്ടല്ലേ, അതാണ് ആരെ ട്രെയിൻ ചെയ്യേണ്ടത്, ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ അവിടം വരെ എത്തി നിൽക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് താമസിയാതെ വരും. ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളോട് നിങ്ങൾ ഇപ്പം പരീക്ഷ എഴുതുന്നതാണ് നടക്കത്തില്ല. സുഖേഷ് കുട്ടിന്റെ കാര്യം അറിയില്ലേ, ഇപ്പൊ പടം പറഞ്ഞ അവന് പറ്റുന്ന, അവന് സെൻസറി ഇഷ്യൂ ഇല്ലാത്ത, അവന് കാമൻ കൂൾ ആയിട്ടുള്ള സമയത്തേ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തൊട്ടാലേ അമ്മ തൊട്ടാലേ കുട്ടിക്ക് എഴുതാൻ പറ്റൂ എന്ന് ഇപ്പൊ അംഗീകരിക്കുന്നുണ്ട്. പണ്ട് പരീക്ഷാ ഹാളിൽ ആരെ കയറ്റൂല, പുറത്തുള്ള ആളെ കയറ്റൂല. പക്ഷെ ഓട്ടിസ്റ്റിക് ആണ് കുട്ടി എങ്കിൽ എന്തുണ്ട്, പണ്ട് പരീക്ഷയ്ക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ടൈപ്പ് 1 ഡയബറ്റിക് ആയിട്ടുള്ള കുട്ടിക്ക് എന്ത് കഴിക്കാം, പരീക്ഷയുടെ ഇടയ്ക്ക് കുട്ടിക്ക് ഭക്ഷണം കഴിക്കാം. ടൈപ്പ് 1 ഡയബറ്റിക് ആണ് കുട്ടിയെങ്കിൽ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാം, കുട്ടിക്ക് ചോക്ലേറ്റ് കൊണ്ടുപോകാം. കുട്ടിക്ക് യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ കുട്ടിയെ ആരെ വിടും? ടൈപ്പ് 1 ഡയബറ്റിക്കിന് വിടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, സെൻസിറ്റൈസസ് ആ കുട്ടികളുടെ രക്ഷിതാക്കളോട് നടത്തിയ പോരാട്ടം ചെറുതൊന്നുമല്ല കേട്ടോ. ഇത് ടൈപ്പ് 1 ഡയബറ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ നിയമസഭയിൽ വരുന്ന പോരാട്ടം നടത്തിയിട്ടുണ്ട്. പോരാട്ടം നടത്തി ഫയലിന് മുകളിൽ ഫയൽ വരും. അപ്പൊ ഇനി ഫയൽ വരരുത്. അപ്പൊ എന്താണിത്, ആദ്യത്തെ പ്രാവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വിടും. പിന്നെ ഫയൽ വന്നോടുക്കും പിന്നെ എന്ത് ചെയ്യും, ആക്ഷൻ അല്ല കൃത്യമായ ആക്ഷൻ എടുത്തിട്ട് പിന്നെ വരും. അപ്പം എന്താണ് ഇവരെ പ്രശ്നം? ഡോക്ടർമാരെ വിളിക്കും. എന്താണ് ഇവരെ പ്രശ്നം? ഇവർക്ക് മൂത്രം പോകുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവർക്ക് പിടിച്ചു വെക്കാൻ കഴിയോ, അവർക്ക് ആ സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കേണ്ടതുണ്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസ് എന്ത് പറയും, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് സെൻസറി ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറയുന്ന 10 മുതൽ 12 വരെ ആർക്ക് എക്സാം എഴുതാൻ കഴിയില്ല. റീസണബിൾ അക്കോമഡേഷന്റെ വയലേഷൻ ആണ്. അനുയോജ്യമായ വിളിച്ചേർക്കൽ വേണം. അനുയോജ്യമായ വിളിച്ചേർക്കൽ എന്ന് പറഞ്ഞാൽ 10 മുതൽ 12 വരെ സെൻസറി ഇഷ്യൂ ഉണ്ടാവും. ചിലപ്പോ കുട്ടിക്ക് മെഡിക്കൽ സയൻസ് എന്ത് കൊടുത്തിട്ടുണ്ട്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ ആ കുട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായം മാറണം. ഇത്തരം ചർച്ചകളൊക്കെ എവിടെ ഞാൻ പറഞ്ഞത് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യമേ ഉള്ളൂ, മാറ്റത്തിന്റെ ഗതിവേഗം ഉച്ചയിഴയുന്ന വേഗത്തിലാണ്. മാറ്റമേ ഉച്ചയിടുന്ന വേഗത്തിലാണ്. ഉച്ചയിടുന്ന വേഗത്തിലല്ല വേണ്ടത്, പക്ഷെ അതൊക്കെ അറിയാം. പക്ഷെ ആ ഫീൽഡ് സെൻസിറ്റൈസ്പ്പെട്ട് വരുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് പിന്നെ എന്നെ കുറിച്ച് ഞാൻ പറയേണ്ടത് സമയം 4 മണി കൃത്യം. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് ചോദിച്ചാൽ അറിയാവുന്നതാണ്, പറഞ്ഞുതരാം. ആ ചോദ്യത്തിന് അർത്ഥം മനസ്സിലായില്ല. ആ ചോദ്യത്തിന് അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല ഞാൻ പറഞ്ഞുതരാം. പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നിയമപ്രകാരം ഒരു ഭിന്നശേഷി കുട്ടി ഒരു വിദ്യാലയത്തിൽ ഉണ്ട് എങ്കിൽ അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ടാകണം. അതാണ് നിയമം. പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് എല്ലാ വിദ്യാലയത്തിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വെച്ച് സാലറി കൊടുക്കുവാനുള്ള സാമ്പത്തിക പരിതസ്ഥിതി സംസ്ഥാനത്തിന് ഇല്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കും, ആഴ്ചയിൽ ഒരു ദിവസം എന്ന് എന്താ ഉള്ള ആള് എല്ലാ വിദ്യാലയത്തിലും വേണമെങ്കിൽ ഞങ്ങളുടെ കണക്ക് പ്രകാരം 8500 മറ്റോ വേണം. പക്ഷെ 3000 ഉള്ളൂ. അപ്പൊ 3000 ഉള്ള ആളുകൾ 2 പ്രാവശ്യം പോയാൽ 6000 ആൾക്ക് വിദ്യാലയത്തിലാവും. അവർ 3 പ്രാവശ്യം പോയാൽ 9000 ആൾക്കാർക്കാവും. അപ്പം പിന്നെ വന്നു എന്ന് പറയും. അപ്പൊ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ടോ? സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഒക്കെ ഉണ്ട്, എല്ലാ ദിവസവും കിട്ടുന്നില്ല എന്നേ പറയൂ. 2 വ്യത്യാസം ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും വരാതെ ആഴ്ചയിൽ ഒരു ദിവസം വന്നത് കൊണ്ട് ആർക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല, കുട്ടിക്ക് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ വേണ്ടാന്ന് വെച്ചിട്ടല്ല, എവരിബഡി ന്യൂസ് കുട്ടിക്ക് ആര് സപ്പോർട്ട് വേണം, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സപ്പോർട്ട് വേണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോ ബെൻസ് കാർ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല.
പക്ഷേ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെലികോപ്റ്റർ വാങ്ങി പോകാൻ നേരം പറ്റുന്നുണ്ടല്ല, നിങ്ങൾക്ക് അത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി ഇല്ല. ഞാനല്ല അതൊന്നും തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് ഒഴിയുന്നതിലും വല്ല അർത്ഥമൊന്നുമില്ല. പക്ഷേ ഇതാണ് സംഭവം. ഇത് എല്ലാ കുട്ടികൾക്കും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വേണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ എല്ലാവർക്കും അറിയാം, ബന്ധപ്പെട്ടവർക്കും അറിയാം. അറിവില്ലായ്മയുടെ പ്രശ്നം അവിടെ ഇല്ല, സെൻസിറ്റൈസേഷൻ പ്രശ്നമില്ല, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും വെക്കുമ്പോൾ പിന്നെ നെക്സ്റ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നത് 8,000 സംതിങ് ഇൻറ്റു ഇത്ര രൂപ ഇൻറ്റു 12 മാസം എങ്ങനെ വന്ന് അപ്പം എത്ര വരും എന്നൊക്കെ വന്ന് ഇങ്ങനെ കാൽക്കുലേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. 5 പിള്ളേരുണ്ട് എന്ന് പറയുന്ന നിയമമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയമമൊക്കെ നമ്മുടെ സൗകര്യത്തിന് ഉണ്ടാക്കുകയാണ്. ഇത് മലപ്പുറം ജില്ല അല്ല ഇതേതാ ജില്ല? ഓക്കെ. അപ്പൊ മലപ്പുറം ജില്ലയിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കൂടുതലുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ ഇല്ല. അപ്പൊ മലപ്പുറം ജില്ലയിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾ പറയും 5 കുട്ടികളുടെ സ്ഥലത്ത് ഒരാൾ പോയിക്കോട്ടെ എന്ന്. തൃശ്ശൂരാണെങ്കിൽ 10 കുട്ടികളുടെ സ്ഥലത്ത് പോയിക്കോട്ടെ എന്നറിയും. മനസ്സിലായോ? അത് ഇവിടെ ഇഷ്ടംപോലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ട് ഇവിടെ. അപ്പം 5 കുട്ടികൾക്ക് ചിലപ്പോൾ ഒന്ന് കിട്ടുന്നുണ്ടാവും. അത് വിചാരിച്ചിട്ട് കേരളത്തിൽ കിട്ടൂല, തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാവില്ല, ഇടുക്കിയിൽ ചിലപ്പോൾ തീരെ കിട്ടൂല. കാരണം ഇവിടെ BEd സെന്ററുകളുണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻസ് BEd സെന്ററുകൾ ആക്സസിബിൾ ആണ്. മാക്സിമം CRC കോഴിക്കോടൊക്കെ ഉണ്ട്, കുറെ AWHന്റെ സെന്ററുകളൊക്കെ ഉണ്ട്. അതേസമയം ചില ജില്ലകളിൽ BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ജില്ല ഉണ്ടാവും. ആൾക്കാർ താല്പര്യം കൊണ്ടൊന്നും മാത്രമല്ലല്ലോ പോണേ, സൗകര്യം കൂടി നോക്കിയിട്ടല്ലേ പോണേ. അപ്പൊ ആ സ്ഥലത്തുണ്ടെങ്കിൽ, ഈ ജില്ലയിലുണ്ടെങ്കിൽ ആൾക്കാർ ആ പ്രദേശത്തൊക്കെ ഇഷ്ടംപോലെ ആളെ കിട്ടാണ്ടാവും. കാര്യം മനസ്സിലായോ? അപ്പം ചില ജില്ലകളിൽ അങ്ങനത്തെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്റർ ഉണ്ടാവില്ല, ആ ജില്ലയിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ടാവില്ല. കാരണം അവർക്ക് പോയിട്ട് ഹോസ്റ്റലിൽ നിന്ന് ജോലി എടുക്കാനുള്ള വരുമാനം ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് നിത്യവും വീട്ടിൽ നിന്ന് പോകാനുള്ള വരുമാനം കിട്ടുന്നുള്ളൂ. അപ്പൊ അവർ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും അവരുടെ വീട്ടിനടുത്ത് അത് അവൈലബിൾ ആയതുകൊണ്ടിരിക്കും. അല്ലാണ്ട് അവർ ജനിച്ചപ്പോഴേ എനിക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആവണമെന്നൊക്കെ പോയിട്ടുള്ളത് അധികം പോയിട്ടില്ല. പാരന്റ്സിന് അങ്ങനെ കുട്ടികളുണ്ടെങ്കിൽ പാരന്റ്സ് പോയിട്ടുണ്ട് പലരും. അങ്ങനെയാണ് ധർമ്മ ടീച്ചർ പോയത്. പാരന്റ്സ് ആണ് പലപ്പോഴും എന്തായിട്ടുള്ളത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് പോയിട്ടുള്ളത്. നിങ്ങളൊക്കെ പോയിക്കൊള്ളിട്ടാ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോയിക്കോളൂ. കാരണം പറഞ്ഞ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് പോയിക്കോളൂ, എന്നിട്ട് സർവീസ് കൊടുക്കാലോ. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇപ്പൊ പഠിക്കുന്നു. എന്ത് ഏജ്? ഞാൻ പഠിക്കണ്ടേ? ഇല്ലാന്ന് ഒരു ഏജ് ഒരു പിന്നെ ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. ഞാന് അടുത്ത ആഴ്ച എംഎഡിന് ചേരാൻ പോവാ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. നിങ്ങൾ എന്ത് ചിരിക്കണേ? നിങ്ങൾ ചിരിക്കണ്ടാന്ന്. അത് കഴിഞ്ഞാൽ അടുത്ത എന്താ പഠിക്കാൻ പറ്റുക നോക്കി ഇറക്കണോ?
നമുക്ക് അറിയണ്ടേ? നമ്മൾ പഠിക്കണം, നമ്മൾ പഠിച്ചിരിക്കണം. എനിക്ക് RC നമ്പർ ഉണ്ട്, അപ്പൊ എന്നോട് എടുത്തു കുത്തിയാൽ ഞാൻ RC നമ്പർ എഴുതിക്കും. എന്റെ പേര് എഴുതിട്ടേ അതിന്റെ താഴെ RC നമ്പർ ആണ് എഴുതിക്കും. RC നമ്പർ എഴുതിച്ചാല് ഓഫീസേഴ്സിന്റെ ഫയലില്ലേ, ഒരു പഠിച്ചാൽ എന്തോ നമ്പർ എഴുതിയിട്ടുണ്ട്, പോയിക്കോട്ടെ. എനിക്ക് മനസ്സിലായോ? 3 ടയർ സിസ്റ്റം വേണം. 3 ടയർ സിസ്റ്റം വേണം എന്ന് പറയുമ്പോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക, എന്നിട്ട് ഇതുപോലെ സർവീസ് കൊടുക്കുക ആൾക്കാർക്ക്. മേഖല ഞാൻ പറഞ്ഞില്ലേ, നാറ്റത്തിന്റെ ഗതിവേഗം എന്നർത്ഥം സെന്റൻസ് ഒച്ച ഇരിക്കുന്ന വേഗത്തില. ഒച്ച അല്ല, കുതിര പോലെ ഓടണമെങ്കിൽ നിങ്ങളെ പാരന്റ്സ് എന്താവണം? അതിലെ ടീച്ചർ വന്നത് വൈശാഖി നമ്മോട് എന്താ വന്നേ? നിങ്ങൾക്ക് ഉഷാറുണ്ടാക്കാനാ എന്ന് പറയണോ? നിങ്ങളൊക്കെ കഴിയുക. വേറെ എന്താ വയ്ക്കാനുള്ളത്? B.Ed പഠിക്കാനോ? സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആവണമെങ്കിൽ D.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കഴിയുക, അല്ലെങ്കിൽ M.Ed D.Ed B.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കഴിയുക. D.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷനോ B.Ed. അതിന് +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനു പഠിക്കാം? D.Edന് പഠിക്കാം. ഡിഗ്രി കഴിഞ്ഞാൽ B.Edന് പഠിക്കാം. അതിന് മാർക്കിന്റെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ കുറെ സാക്രിഫൈസ് ചെയ്യണം. പൈസയൊക്കെ പിശുക്കുന്ന പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടെല്ലാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തിരിക്കാൻ ഇതൊക്കെ പറ്റൂല. ഇപ്പൊ ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും 3 ലക്ഷം റുപ്യൊക്കെ ചെലവ് വരും. ഞാൻ ഇവിടെ എല്ലാം പഠിക്കും, പുറത്ത് പോയി പഠിക്കുമ്പോൾ നമുക്ക് താല്പര്യം നമ്മൾ പോവാണ്. അപ്പൊ പൈസയൊക്കെ അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് അത്ര പൈസ ചെലവാക്കണമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞതാ. അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. അതല്ല നിങ്ങൾക്ക് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ പോലെ ഉണ്ടാവുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇപ്പം ലേണിംഗ് ഡിസബിലിറ്റിയുടെ മാനേജ്മെന്റ് PGD MLD എന്ന് പറയുന്നൊരു കോഴ്സ് മുമ്പ് കൊടുത്തിരുന്നു. ശനി ഞായറും മാത്രമേ ഉള്ളൂ. അതിനും ആകെ ഫീസാകെ 10,000 ഉണ്ടായിരുന്നുള്ളൂ. 1.5 കൊല്ലത്തെ കോഴ്സോ മറ്റുമായിരുന്നു. അതായിരുന്നു ഞാൻ ആദ്യം പോയിരുന്നത്. അപ്പൊ PGD MLD പോകാറുമ്പോൾ ശനി ഞായറും നമ്മുടെ ജീവിതത്തിൽ എന്താവും? കട്ടായി. നമ്മൾ ശനി ഞായറും എവിടെയാണ് പോയിരിക്കുന്നത്? അവിടെ കോഴ്സിന് പോയിരിക്കാൻ. അപ്പൊ അതിനൊരു വട്ട് വേണമല്ലോ. അതുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് കാസർഗോഡ് പോവുകയാണേ, വീട്ടിൽ കുത്തിരുന്നൊരു പ്രശ്നമില്ല. സർക്കാർ ശമ്പളമൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മള് കാസർഗോഡ് പോവുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അത് ഉണ്ടാവണമെങ്കിൽ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ഈ പിന്നെ B.Ed വന്നു കഴിഞ്ഞാൽ അധികവും ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിയുടെ പാരന്റ്സിനെ നമ്മൾ കാണുക. അവർക്ക് ജീവിതാനുഭവം നമ്മളെ തട്ടിച്ചോക്കിയാലും എവിടെത്തൂല. ജീവിതാനുഭവം പച്ചയായ അനുഭവമല്ലേ അവർക്ക് ഉണ്ടാവുക. അവർക്കാണ് എക്സൽ ഇത് പോണത് അവരൊക്കെയാണ്. നല്ല പിന്നെ ആൾക്കാരായിട്ടും നല്ല പിന്നെ ഷർമിള ടീച്ചർക്ക് പകരം വെക്കാൻ കേരളത്തിലെ ഏറ്റവും നല്ല സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ 10 ആൾ എടുത്താൽ 1 ഷർമിള ടീച്ചർ വയ്ക്കും. അനുഭവം കൊണ്ടേ, ആത്മാർത്ഥത കൊണ്ടും. ടീച്ചറെ വിളിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ വരുന്നത്. കാരണം ടീച്ചറുടെ അനുഭവം ആത്മാർത്ഥതയില്ല, അത് നമുക്ക് മനസ്സിലാവും. അതൊരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് വരുന്നതല്ല, അത് എൻ്റെ ഡിഫറെന്റ് ആണത്. അഥവാ അങ്ങനെയൊക്കെ അങ്ങനെ ആവാൻ നിങ്ങൾക്ക് പറ്റുന്ന ഞാൻ പറഞ്ഞേ, പറ്റണം, അതിന് പ്രശ്നമൊന്നുമില്ല. നല്ല കോഴ്സ് നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് CRCയിലാണ്. നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ CRC ഉണ്ട്, കോമ്പോസിറ്റ് റീജിയണൽ സെന്ററിൽ ഉണ്ട്. ഒരു പക്കാ പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് പുറത്തേക്ക് വരാം. ഡോക്ടറെ മുമ്പ് തന്നെ പിന്നെ ഇത് തുടങ്ങുകയും ചെയ്യും. നല്ല കട്ടക്ക് നിൽക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് വരിക. നല്ല നോളജ് ഉണ്ടാവും. RCയുടെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള പിന്നെ ബാച്ചാണ്. അല്ല, ഞാൻ ഡോക്ടർ പറഞ്ഞില്ല. നിങ്ങൾ അങ്ങനെയെങ്കിലും ചിരിച്ചോട്ടെ വെച്ച് പറഞ്ഞാ വേറെ എന്താ ചോദിക്കാനുള്ള ചോദിക്കും. എനിക്ക് പ്രശ്നം, എനിക്ക് 10 മണിക്കാൻ വേണ്ടി കേട്ടില്ല. ഗവൺമെന്റ് പദ്ധതികളാണ് ചോദിക്കുന്നത്. ഗവൺമെന്റ് പദ്ധതികളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അതാണ് പിന്നെ പ്രൊജക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചത്. ഒരുപാട് പദ്ധതികൾ. നിങ്ങൾക്ക് ഏത് പദ്ധതിയെ കുറിച്ച് അറിയേണ്ടത്? ഭിന്നശേഷിയിൽ ഏത് പദ്ധതി അറിയേണ്ടത്? നിരാമയം മാത്രമല്ല, ഞാൻ മനസ്സിലാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് SJD SJD ഫോണില് SJD അടിക്കും. SJ D SJD. കേരള എന്നെടുക്കും, അടിക്കും SJD കേരള. 5 PPT ഉണ്ട് എൻ്റെ അടുത്ത്, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. പക്ഷെ ഇത് എടുക്കേണ്ടി വന്നില്ല. SJD കേരള അടിച്ചോ? അതില് സ്കീംസ് കാണും, സ്കീമുകൾ കാണും, കണ്ടോ? അതില് വയോജനങ്ങൾ കഴിഞ്ഞിട്ട് താഴെ കാണും ഭിന്നശേഷി, ഇത് കാണും. സൈഡിൽ വന്നിട്ടുണ്ടാവും മൊബൈൽ ആണെങ്കിൽ. ഡിഫറൻറ്റ്ലി, അതും അല്ല ഡിഫറൻറ്റ്ലി എവിടെ ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്രശ്നമില്ലെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ അത് മലയാളത്തിലേക്ക് മാറ്റണം.
SJD നടിക്കുക, സൈറ്റിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഓർമ്മിച്ച SJD നടിക്കുക. എന്നിട്ട് അത് മലയാളത്തിലേക്ക് മാറ്റിയ സൈറ്റ് മലയാളത്തിലേക്ക് മാറ്റണേ. ഇപ്പൊ ഇംഗ്ലീഷിലാണ് കാണുന്നുണ്ടാവുക ചിലപ്പോ. അത് മലയാളം ഭാഷയിലേക്ക് മാറ്റാൻ മുകളിൽ മലയാളം ഉണ്ടാവും. ആ മലയാളത്തിൽ അമർത്തിയാൽ മതി. സ്കീമുകൾ, സാമൂഹ്യനീതി സ്കീംസ് എന്നല്ല, സ്കീമുകളിലാണ് അതിന്റെ ഹെഡിങ് ഉണ്ടാവുക. അതിലടിച്ചാൽ സൈഡില് പിന്നെ വയോജനങ്ങളിൽ വന്ന് പിന്നെ ഭിന്നശേഷിന്ന് വരും. ആ ഭിന്നശേഷിന്ന് കണ്ടില്ലേ? കണ്ടോ? ആ സ്കീമുകൾ ഒരു 50 ഉണ്ടല്ലേ? ആ 50 സ്കീം എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. എല്ലാം ഉണ്ട്. ആർക്കാണ് കുടുംബ വരുമാനം എന്താകണം, എത്രയാകണം എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്കീമുകളും അതിലുണ്ട്. എവിടെയാണ് അപേക്ഷിക്കേണ്ടത് എന്നൊക്കെ ഉണ്ട്. എല്ലാ സ്കീമും ഉണ്ട്. ഇനി അടുത്തത്, അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ലേ? അടുത്തത് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അടിക്കുക. സാമൂഹ്യക്ഷേമ വകുപ്പ് അല്ലേ? അല്ല, സാമൂഹ്യ സുരക്ഷാ വകുപ്പ്. എന്താ പറയാ മലയാളം? എന്താ അണ്ടം അല്ല, അതല്ല, അത് നിങ്ങള് മൊത്തത്തിൽ സ്കീമാണ് നോക്കിണ്ടാവുക. അത് ഭിന്നശേഷിയാക്കണം. അല്ല, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് സ്കീം എടുക്കുമ്പം അവർക്ക് ട്രാൻസ്ജെൻഡറിനുണ്ട്, വയോജനങ്ങൾക്കുണ്ട്, ഭിന്നശേഷി ഉണ്ട്. അപ്പൊ അതില് സൈഡില് പിന്നെ ഭിന്നശേഷി കാണിക്കുമ്പം കുറയും. 21. മറ്റേത് നിങ്ങൾ പറയണത് വയോജനങ്ങൾക്കുള്ളതും ട്രാൻസ്ജെൻഡറുള്ള അടക്കം പറയണ്ടാവുക. വയോജനങ്ങൾക്ക് ധാരാളം പദ്ധതികളുണ്ട്. ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഉണ്ട്, അവർക്ക് സ്കീമുണ്ട്. മോട്ടറൈസ്ഡ് വീൽ ചെയർ കിട്ടും, പിന്നെ സ്കൂട്ടർ കിട്ടും, ഒക്കെ സ്കീമുണ്ട്. സ്കീമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 8 കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ നിരന്തരം വാച്ച് ചെയ്ത് പോയി ചോദിക്കണം. വീട്ടിലൊന്നും ആരും കൊണ്ടുതരൂല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആട് കയറാണ്ടിരിക്കണമെങ്കിൽ കുളമ്പ് കൊടുക്കുന്ന സാധനം കിട്ടാൻ 6 മാസം ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലാവണ്ട. ജില്ലാ പഞ്ചായത്ത് മുഴുവൻ കയറി ഇറങ്ങിയിട്ടേ കോമ്പൗണ്ട് വാൾ ഇട്ടുള്ളൂ. അല്ലാണ്ട് കോമ്പൗണ്ട് വാൾ ആണെന്നുണ്ട് വീട്ടിൽ കുതിർന്നിട്ട് കോമ്പൗണ്ട് വാൾ നടന്നു പറഞ്ഞാല് പാരന്റിന് പ്രശ്നമില്ല, പിന്നെ നമുക്ക് പ്രശ്നം. പാരന്റ് കോമ്പൗണ്ട് വാൾ ആണെന്നല്ലേ പറയുള്ളൂ, കുഴപ്പമില്ല ഇല്ലല്ലോ. കോമ്പൗണ്ട് വാൾ വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ പ്രസിഡന്റ് ആക്കി ലെറ്റർ വാങ്ങി HM എടുത്ത് പോയി ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ് MLA കണ്ട് MP കണ്ടിട്ട് ആർക്കാ കൊണ്ട കൊടുക്കണേ? പഞ്ചായത്ത് കൊണ്ട കൊടുത്ത് ഓർഡർ വാങ്ങി വരികയാണേ. മനസ്സിലാവണ്ട. എന്ന് പറയണ പോലെ സ്കീം നോക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ട് ആക്കിയിട്ട് കാര്യമില്ല. അതിന് പഠിച്ചിട്ട് എന്ത് ചെയ്യണം? അതിനു വേണ്ടി ഇറങ്ങണം. എന്നാ സ്കീം മനസ്സിലാവും. ഈ സ്കീമാണ് കൊടുക്കുന്നത്, മെയിൻ സ്കീം. റെഡി? വിദ്യാലയത്തിലെ സ്കീം AUമാര് പിന്നെ 3 കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പൈസ ഇട്ടാറുണ്ടോ വിദ്യാലയത്തിന്? ഇല്ലേ? വിദ്യാലയത്തില് ഞങ്ങൾ പൊതുവിദ്യാലയം, എനിക്ക് മറ്റേത് അറിയില്ല. പൊതുവിദ്യാലയത്തിലാണെങ്കിൽ 4 ഇനത്തിലാണ് പൈസ കിട്ടുന്നത്. പൊതുവിദ്യാലയത്തിൽ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് 4 ഇനത്തിൽ പണം കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് മെഡിക്കൽ അലവൻസ് കൊടുക്കുന്നുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2750 രൂപയാണ് ഒരു വർഷം. ഒറ്റ വർഷത്തേക്ക്, ഒരു വർഷം, എല്ലാ വർഷവും കിട്ടും 2750. ആർക്ക് ഇല്ല, ഒറ്റ സ്കീമേ ഉള്ളൂ. പിന്നെ 2750. പിന്നെ സ്റ്റേഷനറി അലവൻസ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1450 സ്റ്റേഷനറി അലവൻസ്. വീട്ടിലാണ് കിടപ്പിലായ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3000 രൂപയുണ്ട്. പിന്നെ ഒന്നും കിട്ടില്ല. കണ്ണ് കാണാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബ്രെയിലിനാണ്, ബ്രെയിൽ രജിസ്ട്രേഷൻ വക കിട്ടില്ല. ബാക്കി ബെഡ്റിഡൺ ആണെങ്കിൽ 3000 കിട്ടും. അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കി 4300 രൂപ. ഈ 2750 1450 ഇല്ലേ? എത്ര കുട്ടിയെ കിട്ടുക? 4300 അല്ലേ പെർ ഇയർ? അല്ല, വെറുതെ എടുത്ത് വെച്ചില്ലേ എവിടെയാക്കണേ? ഒന്നും ചെയ്യാനില്ല. പിന്നെ UDID കാർഡ് കാർഡുണ്ടോ? മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു കുന്തം കിട്ടില്ല കേട്ടോ. ബോർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എന്റെ കുട്ടിക്ക് അതുണ്ടെന്ന് ഒരു കാര്യമില്ല. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. പിന്നെ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ UDID കാർഡും വേണം. സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടിക്ക് പഞ്ചായത്തും AU കൊടുക്കുന്ന തമ്മിൽ ഒരു ബന്ധമില്ല. അതെ, അത് തമ്മിലൊരു ബന്ധമില്ല. 8ാം ക്ലാസ് വരെ വിദ്യാഭ്യാസ അവകാശ നിയമം അവകാശമാണേ.
1 മുതൽ 8 വരെയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിൽക്കുന്നത്. ഔദാര്യമല്ല, അവകാശമാണ്. അതുകൊണ്ടാണ് കിട്ടുന്നത്. അത് നിങ്ങൾ അപ്ലൈ ഒന്നും വേണ്ട. അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ടാവണം. ഇപ്രാവശ്യത്തെ അപേക്ഷ ഈ ജൂലൈയിൽ വിളിക്കും. അപ്പൊ അപ്ലൈ ചെയ്യിപ്പിക്കണം. SCERT സാറ് വന്ന് ക്ലാസ് എടുത്തിരുന്നു. സാറ് പറഞ്ഞു പിന്നെ ഒരു എന്താണ് പിന്നെ മെഡിക്കൽ അലവൻസ് 2750 ഉറുപ്പ ഉണ്ട്. പിന്നെ ഒരു സ്റ്റേഷനറി അലവൻസ് 1900 ഉറുപ്പ ഉണ്ട്. ഒന്ന് കിട്ടുന്നതാണ്. പിന്നെ എന്റെ കുട്ടിക്ക് അത് വേണം എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞു? മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വേണം. സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. അവിടെ സർട്ടിഫിക്കറ്റ് പിന്നെ സ്കാൻ ചെയ്ത് ഹാജരാക്കണം. കേട്ടില്ല? 8ാം ക്ലാസ് കഴിയുമ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ പരിധി കഴിഞ്ഞു. അല്ല, അത് വേറെ. ഞാൻ പറഞ്ഞത് കൊടുക്കുന്നത് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് വേറെ ഉണ്ട്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വേറെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ ഈ സൈറ്റില്ലേ, ആ സൈറ്റിൽ പിന്നെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സ്കോളർഷിപ്പ് ഒക്കെ ഇതിലുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഡോക്ടർക്ക് അല്ലെങ്കിൽ ഷർമ്മ ടീച്ചർക്ക് ഞാൻ PPT ഇട്ട് കൊടുക്കാം. നിങ്ങളാരും നമ്പർ എടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ തയ്യാറാക്കി PPT ആ സ്കോളർഷിപ്പിന്റെ. അതിൽ കൃത്യമായിട്ട് ആർക്കാണ് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആരെയാണ് സമീപിക്കേണ്ടത് എന്നൊക്കെ ആ PPT-യിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി. ഓക്കെ, പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട്. നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് എങ്കിൽ, എനിക്ക് അറിയാറുണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ആണ് ഇല്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ സ്പെഷ്യൽ ലീവ് ഉണ്ട്. 15 ദിവസത്തെ സ്പെഷ്യൽ ലീവ് കിട്ടും. കൂടാതെ വേറെ സ്പെഷ്യൽ ലീവ് കിട്ടും. പിന്നെ ഇൻകം ടാക്സിന്റെ ടാക്സിൽ ബെനിഫിറ്റ് ഉണ്ട്. അതൊക്കെ പറയാൻ വേണ്ടിട്ട് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നെ ഒന്ന് ആവശ്യം പറയാൻ ഫോൺ നമ്പർ തരാം. ഫോൺ നമ്പർ തന്നാൽ എനിക്കൊരു കുഴപ്പം എന്താണെന്നറിയോ? ഫോൺ നമ്പർ തന്നാൽ ഞാൻ ഫോൺ എടുക്കത്തില്ല. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. നിങ്ങളായതുകൊണ്ടല്ല, അങ്ങനെ ഞാൻ എടുക്കാൻ നിൽക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് വീടെത്തില്ലേ. നിങ്ങൾ വിളിച്ചോളി, നിങ്ങൾ വാട്സപ്പ് ഇട്ടാല് ഞാൻ മറുപടി പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലാവും. ഞാനിപ്പോ എന്റെ നമ്പർ ചെയ്തോളി, 9447 9447 63 7 119 9447 63 7 119. ഷർമിള ടീച്ചർ ഇങ്ങോട്ടേക്ക് വരണമെന്ന് മെസ്സേജ് ഇട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്ന 2 മാസം കഴിഞ്ഞാൽ കണ്ടത് ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ട്. അല്ല, ഞാൻ മാമിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടേ ഇല്ല. ഡോക്ടർ നമ്പറേ ഞാൻ സേവ് ചെയ്തിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഷർമിള ടീച്ചറെ വിളിക്കാം. ഷർമിള ടീച്ചർ നമ്പർ സേവ് ഇടാം. അപ്പൊ ഞാൻ ചോദിക്കും എന്താ പരിപാടി, എങ്ങനെയാ പോകണമെന്ന് അറിയും. പിന്നെ ഡോക്ടറെ വിളിച്ച് പറയണമെന്ന് അറിയും. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ എവിടെയാ വഴി നോക്കണമെന്നെങ്കിൽ ഞാൻ ഷർമിള ടീച്ചറെ വിളിച്ചു ആയിക്കോട്ടെ വരേണ്ടത്. ഡോക്ടറെ ഞാൻ നമ്പർ സേവ് ചെയ്തില്ല. അപ്പൊ ഡോക്ടർ കോൾ വന്നാലും ഞാൻ അറിയില്ല. ട്രൂ കോളർ ഡോക്ടർ പേര് കാണിക്കുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല, ഒരു നമ്പറാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ. അതിപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ടീച്ചർ എഡ്യൂക്കേഷൻ ഏകദേശം 8500 സംതിങ് ആളുണ്ട്. അത് മുഴുവൻ ചെയ്യുന്ന ഞാനാണ്. അപ്പം ആൾക്കാര് പിന്നെ ചങ്ങരംകുളത്തുള്ള ആൾക്കാർ പറയും എനിക്ക് പത്തനംതിട്ടേന്റെ വീട്, എനിക്ക് അവിടെ വേണമെന്ന് പറയും. ചിലർ അങ്ങനെ പറയും. അപ്പൊ കാര്യമില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിച്ചോ? സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ട് കുട്ടിയെ. എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ? സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നിങ്ങൾക്ക് ഇല്ലാത്തതില് നിങ്ങൾ വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് പൊരുതാന്ന് മാത്രമേ ഉള്ളൂ. പൊരുതാൻ നിങ്ങളെക്കാൾ മുമ്പ് പൊരുതുകയും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. 8000-ഓളം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വേണ്ട സ്ഥലത്ത് 3000 ആളാണെങ്കിൽ എത്ര വെട്ടി നുറുക്കിയാലും ഇത്രയും ഇല്ലേ. അതുകൊണ്ട് പിന്നെ കിട്ടുന്നതിന് എന്തുണ്ടാവും? പിന്നെ എത്ര കുട്ടികളുണ്ട് അവിടെ? അതാണ് പ്രശ്നം. പിന്നെ ഭയങ്കര സാധ്യത കുറവാണ് അവിടെ. അവകാശപ്രകാരം കിട്ടുമൊക്കെ വേണം. പക്ഷെ നിങ്ങൾ എത്ര ഫൈറ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നതിന് എന്തുണ്ടാവും? ചെയ്യേണ്ടതല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു നോക്കിക്കോളൂ. പക്ഷെ കിട്ടാൻ പ്രയാസമായിരിക്കും. അത് ഇവിടുത്തെ നിയമമാണ് അവർ പറയും. ഇവിടുത്തെ കാര്യമായിരിക്കും പറയുന്നുണ്ടാവും. അങ്ങനെയല്ല, നിയമപ്രകാരം ഒരാൾ നിങ്ങൾ കിട്ടണം. എന്താ പറയാൻ പോയെ? 24. എനിക്കിപ്പോ പറയാൻ മനസ്സിലായില്ല. എന്ത് കിട്ടുമ്പോ? ലൈസൻസ് കിട്ടുമ്പോ എന്ത് പ്രശ്നമാണ്? ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ അച്ഛനമ്മയ്ക്ക് എന്ത് പ്രശ്നം? ലൈസൻസ് കിട്ടിയാൽ ലൈസൻസ് കിട്ടിയാലേ പ്രശ്നം.
അല്ല, ഞാൻ ഐ ഡി കാറ്റഗറി ആണെങ്കിലും ലൈസൻസ് കിട്ടുമെങ്കിൽ കിട്ടുമോ ഇല്ലെന്ന് എനിക്ക് ധാരണയില്ല, ഞാൻ അന്വേഷിച്ച് നോക്കണം. കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐഡിക്കൊന്നും ഡ്രൈവിംഗ് ലൈസൻസിന് പ്രശ്നമില്ല, അവൻ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു ബാധ്യതയില്ല. നിങ്ങൾ നിൽക്കി, ഞാൻ വേറെ കാര്യം പറയാം. നമ്മള് PSC റിസർവേഷൻ 4% റിസർവേഷൻ ഉണ്ട്. ഭിന്നശേഷി ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് PSC ജോലികൾക്ക് 4% റിസർവേഷൻ ഉണ്ട്. അത് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന കാറ്റഗറിക്ക് ഇന്ന ഇതൊക്കെ പറ്റുമെന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തപ്പോഴും അതിലൊരു കാര്യം പറയുന്നുണ്ട്. ഒരാൾ ഭിന്നശേഷി ആണ് എന്ന കാരണത്താൽ അയാൾക്ക് എന്ത് നിഷേധിക്കാൻ പാടില്ല? ജോലി നിഷേധിക്കാൻ പാടുള്ളതല്ല. അയാളുടെ ആ ജോലി ചെയ്യുന്നതിന് ആവശ്യമായ ഫങ്ഷണൽ അസസ്മെന്റ് നടത്തണം. ആ ജോലി ചെയ്യുന്നതിന് ആവശ്യമായ അസസ്മെന്റ് നടത്തണം. ഞാൻ ആ ഫങ്ഷണൽ വേർഡ് നിങ്ങൾക്ക് അസസ്മെന്റ് എന്താ പറയാൻ മലയാളം? അസസ്മെന്റ് നടത്തുക, പരിശോധിക്കണം. എന്താ മനസ്സിലല്ലേ? എന്നിട്ട് പറ്റൂല്ലേ തീരുമാനിക്കണം. അപ്പൊ ഈ കുട്ടി ഇന്റലക്ച്വലി ചാലഞ്ച്ഡ് ആണ്. IDD എന്ന് പറയില്ല കേട്ടോ, IDD എന്ന് പറയില്ല, IDD എന്ന് പറയാ. എങ്ങനെ? ഞാൻ വേറെ ചെറിയ കാര്യം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. IDD എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് സർട്ടിഫിക്കറ്റ് പുതുക്കിയേ? അതുകൊണ്ടാണ് IDD വരുന്നത്. പുതുക്കിയാൽ വരത്തില്ല. 18 വയസ്സ് കഴിഞ്ഞില്ലേ? 18 വയസ്സിന് ശേഷം പുതുക്കിയിട്ടില്ലല്ലോ. 18 വയസ്സിന് പുതുക്കിയാൽ IDD വരില്ല. അതിനു മുമ്പ് കുട്ടിയായിരിക്കുന്ന സമയത്താണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉള്ളത്. അപ്പൊ അതാണ് IDD വന്നത്. 18 വയസ്സ് കഴിഞ്ഞിട്ട് പുതുക്കിയാൽ കൃത്യമായിട്ട് എന്താണോ വരുന്നത് അതേ വരുത്തും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു കാറ്റഗറി വന്നു എന്ന് കൂട്ടുക. അങ്ങനെ വന്നാലും നിയമം എന്ത് പറയുന്നു? ഇന്റലക്ച്വൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല, വിചാരിക്കാന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് നിഷേധിക്കാൻ പറ്റത്തില്ല. ഫങ്ഷണൽ അസസ്മെന്റ് നടത്തണമെന്നാണ്. ആ ഡ്രൈവിംഗ് നടത്തുന്നതിന് പര്യാപ്തമായ അസസ്മെന്റ് നടത്തണം. അപ്പൊ ഒരാൾ ഇന്റലക്ച്വലി ചാലഞ്ചഡ് ആയതുകൊണ്ട് അയാൾക്ക് എന്ത് കിട്ടാതിരിക്കില്ല? ലൈസൻസ് കിട്ടാതിരിക്കില്ല. കിട്ടുന്നു പറയാൻ പറ്റൂല. കിട്ടുന്ന പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഉറപ്പ്. സാധാരണ ഒരാൾ 5 പോയി 6 പോയി 7 പോയിട്ട് തോറ്റു വരുന്നില്ലേ? ഇന്ന് പറയണത് പോലെ കിട്ടുമോ കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് നടത്തിയാലേ പറയാൻ പറ്റത്തുള്ളൂ. അല്ല അതെ ലേബലൈസ് ചെയ്തിട്ടുള്ള പരിപാടി പാടില്ല എന്ന് നിയമം പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഡ്രൈവിംഗ് ലൈസൻസിന് പോകും. പഠിച്ചെടുക്കാൻ പറ്റും, ക്രേസ് ഉണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ, സൈനുകൾ കണ്ട് പറയാൻ പറ്റുമെങ്കിൽ, അത് ഏതൊരാളും സാധാരണ ടെസ്റ്റിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, കാരണം അതിൽ കോംപ്രമൈസ് ഉണ്ടാവില്ല. കാരണം മറ്റുള്ള ആളുടെ ജീവൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് ആ പറയുന്ന ലൈസൻസ് പിന്നെ ക്രൈറ്റീരിയ മറികടക്കാൻ സാധ്യമെങ്കിൽ ഡിസബിലിറ്റി തടസ്സമായിട്ട് നിൽക്കില്ല. അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നാണ് നിയമം പറയുന്നത്. അത് ജോലി പോലും. എന്താ പിന്നെ ചോദിക്കാണല്ലോ. എന്ത് കാറ്റഗറി? ഒരു മിനിറ്റ് അതല്ല, അങ്ങനെയല്ല. ITIയിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്. ഇതും തന്നെയാണ് സാധനം. ഫങ്ഷണൽ ടെസ്റ്റ് ഉണ്ട്. അതായത് ആ ട്രേഡ് പഠിക്കുന്നതിന് കാറ്റഗറി വെച്ച് കൊടുത്തിട്ട് പറ്റില്ല എന്ന് പറയണ്ടെങ്കിൽ പെർസെൻറ്റേജ് 70-80 ഉണ്ടാവണം. എത്രയുണ്ട്? 50% ITയിൽ കിട്ടാതിരിക്കാൻ ഒരു വഴിയില്ല. നിങ്ങൾ ചെയ്തു നോക്കിയോ? നിങ്ങൾ ചെയ്യണം. നിങ്ങൾ നേരെ അനുഭവം പറയണം. ആൾക്കാരെന്ത് പറയണമെന്നല്ല. അതായത് ഫങ്ഷണൽ അസസ്മെന്റ് എന്ന് പറയുന്ന അസസ്മെന്റ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയത് പേര് തന്നെയാണെന്നാണ്. ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ച കാര്യം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് മുമ്പായതുകൊണ്ട് എനിക്ക് ഇന്നതാണെന്ന് എനിക്ക് പറയാൻ പറ്റാത്തത്. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല, പെർസെന്റേജ് ഞാൻ പറഞ്ഞ ജോബ് ഓറിയന്റഡ് ആൻഡ് പിന്നെ ഫങ്ഷണൽ അസസ്മെന്റ് ആണ് പറയുന്നത്. അതെന്താ വെച്ചാൽ ഈ കുട്ടിക്ക് ആ ട്രേഡ് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് അവർ അസസ് നടത്തുന്നത്. ഇത് ആ ട്രേഡിൽ പറയുന്ന കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ എന്ന് കൗൺസിലിംഗ് കൊടുക്കുന്ന ആളുകൾ അടക്കം, സൈക്കോളജിസ്റ്റ് അടക്കമുള്ള ഒരു ബോഡി വിലയിരുത്തും. എന്നിട്ടാണ് പറ്റുമെന്ന് പറയുന്നത്. അപ്പൊ
പറ്റാതിരിക്കണമെങ്കിൽ 80% അതിൽ കൂടുതൽ മറ്റു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊരു അസംഷൻ ഉണ്ടാവും. അതേപോലെ പിന്നെ അറ്റ്ലീസ്റ്റ് ഞാൻ മനസ്സിലായി, അറ്റ്ലീസ്റ്റ് ആണ് 50% എങ്കിലും ഡിസേബിലിറ്റി കാറ്റഗറി പെടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 50% എങ്കിലും വേണം, ഡിസബിലിറ്റി വേണം, ഡിസബിലിറ്റി കുറച്ച് വേണം എന്നൊരു ക്രൈറ്റീരിയ കൂടി. ഇത്ര ഡിസബിലിറ്റി 50 to 70 സംതിങ് എന്തോ ആയിരിക്കണം. അതിന്റെ അപ്പുറത്തേക്ക് പോയാലും കിട്ടില്ല, അതിന്റെ അപ്പുറത്തേക്ക് പോയാലും കിട്ടില്ല. അത് ഓരോ ട്രേഡ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. സ്ക്രൈബിന്റെ ഓപ്ഷൻ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, സ്ക്രൈബിന്റെ ഓപ്ഷൻ നിയമമാണ്. സ്ക്രൈബ് ഒക്കെ നിയമമാണ്, ആരുടെയും ഔദാര്യമല്ല. കൊടുക്കണമെന്ന് നിയമമുണ്ട്. ഇതിനെ അങ്ങനെയാണെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് ആ ഭാഗം അന്വേഷിച്ച് നിങ്ങൾക്ക് ഞാൻ മറുപടി തരാം. ഞാൻ ഷാമില ടീച്ചറോട് മറുപടി പറഞ്ഞുതരാം. ഇത് എനിക്ക് കൂടി അറിയേണ്ട വിഷയമാണ്, എന്റെ മേഖലയല്ല. നിയമം പിന്നെ എന്തിനല്ല ബാധകമല്ല, ടെക്നിക്കൽ കോഴ്സുകൾക്ക് വേറെ നിയമമൊന്നും വെച്ചിട്ടില്ല. അവരെ അല്ല, ഞാൻ പറഞ്ഞല്ലേ നിയമത്തിൽ ITനോ എക്സംപ്റ്റ് ചെയ്തൊന്നുമില്ല. ഇപ്പൊ ഉണ്ടോ ഇല്ലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് വീണ്ടും പറയട്ടെ, നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി എന്ന് പറയണത് പോലെ ഒരു പക്ഷെ നിങ്ങൾ പോണ്ടി വരും. അന്വേഷിച്ച് അപ്ലൈ ചെയ്തില്ലല്ലോ. ഞാൻ പറയുന്നത് ഏത് നിങ്ങൾ അപ്ലൈ ചെയ്യുകയും നിങ്ങൾ അതിന് പുറകെ പോവുകയും ചെയ്താലേ കിട്ടത്തുള്ളൂ. ഇത് നിരാകരിക്കണമെങ്കിൽ, പേപ്പർ വരുമ്പോൾ നിരാകരിക്കണമെങ്കിൽ നിയമം വേണം. വെർബലി എന്തും പറയാം. നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി. പിന്നെ സൈറ്റിൽ കയറുക, സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷണർ എന്ന് അടിക്കുക, സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷണർ എന്ന് അടിക്കുക, എഴുതി വെച്ചോ, സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷണർ എന്ന് അടിക്കുക. നിങ്ങളുടെ പരാതി പേപ്പർ ആക്കിയിട്ട് ഒറ്റ വിടല സൈറ്റിലേക്ക്. നിങ്ങൾക്ക് എന്തും പറയാൻ പറ്റുന്ന സൈറ്റാണ് സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷണർ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ അയക്കുക, അല്ലെങ്കിൽ സൈറ്റ് എടുത്താൽ മതി, സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷണർ. അതിൽ അയച്ചിട്ട് നിങ്ങൾ പറയാം എന്റെ കുട്ടി ITI പഠിക്കുകയാണ്, ആ കുട്ടി ഇത്ര % ഡിസബിലിറ്റി ഉണ്ട്, എന്ത് വേണം, സ്ക്രൈബ് ഇന്റർപ്രറ്ററോ എന്താ വെച്ച് കഴിഞ്ഞാൽ ലഭ്യമാക്കി തരണം എന്ന് നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയല് സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷൻ ഓഫീസിൽ എവിടേക്ക് പോകും? ഈ പറയുന്ന ITയിലേക്ക് പോകും. ITയിലേക്ക് പോയാൽ തിരിച്ച് മറുപടി നിങ്ങൾക്കല്ല തരേണ്ടി വരിക. തിരിച്ച് മറുപടി ആർക്ക് കൊടുക്കണം? അവർക്ക്, കമ്മീഷണർക്ക് കൊടുക്കണം. അതിന് സമയപരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടുക്കുന്നതിന്. അത് കൊടുക്കും. നിങ്ങൾ ലെറ്റർ അയച്ചാൽ ചിലപ്പോൾ കിട്ടി തരില്ല, പക്ഷെ അവിടുന്ന് ലെറ്റർ വരികയും ചെയ്യും. നിങ്ങൾ കൊടുക്കുന്ന പരാതി ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും, അതായത് സെക്ഷനിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്യും, മറുപടി അവിടേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ കൊടുക്കുമ്പം നിയമം നോക്കിയിട്ടേ മറുപടി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി അഥവാ ഇവർ നിയമം നോക്കാതെ കൊടുത്താൽ കമ്മീഷൻ എന്ത് ചെയ്യും? നിയമം നോക്കി ഓർഡർ ഇടും. കാര്യം മനസ്സിലായി? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആര് നിൽക്കുന്നത്? സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷണർ. ഞാൻ വ്യക്തിനെയല്ല പറയണേ, ആ ഓഫീസ് നിൽക്കുന്നത് നിങ്ങൾക്ക് സംരക്ഷിക്കാനാണ്, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ലഭിക്കാനാണ്. നിങ്ങൾക്ക് വല്ലാതെ പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അവരെ അറിയിച്ചാൽ മതി, അവർ ചെയ്യും. ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവർക്ക് മാത്രം എക്സംഷൻ കൊടുത്തിട്ടില്ല, യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നില്ല. പക്ഷെ യൂണിവേഴ്സിറ്റികൾ കൊടുക്കാത്തത് യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. പിന്നെ ഓട്ടിസം എന്ന അവസ്ഥയുള്ള ഒരു കുട്ടി സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് സോഷ്യൽ നോംസ് ഇല്ലാത്തത് കാരണം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 11:30 അടിക്കുന്നു പറഞ്ഞില്ലേ, അപ്പൊ ആ കുട്ടിക്ക് സെൻസറി ഇഷ്യൂ ഉണ്ടെങ്കിലോ, മുമ്പിലിരിക്കുന്ന കുട്ടിയെ വേദനിപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് സെൻസറി പ്രഷർ നൽകുന്നുണ്ടെങ്കിലോ, കുട്ടി ആ ബിഹേവിയർ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. അവിടെ രണ്ട് കാര്യങ്ങളാണെന്ന് ചെയ്യാൻ പറ്റുക. ആസ് എ പാരന്റ് ആ കുട്ടി കാണിക്കുന്ന ബിഹേവിയർ മോഡിഫൈ ചെയ്ത് അതൊരു പോസിറ്റീവ് ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് നിങ്ങൾ രണ്ടും കൽപ്പിച്ച് തുനിഞ്ഞിറങ്ങണം. ആ
എഴുതി കൊടുക്കുക. ഞാൻ പറഞ്ഞു പറയണ്ട. ഞാൻ LP സ്കൂളായിരിക്കുമല്ലോ സ്വാഭാവികം. LP സ്കൂളാണെങ്കിൽ പിന്നെ ഇത് എഴുതി കൊടുത്താൽ മതി. അതിന് ഒരു കഥ കൂടി ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യത്തെ കൂടി പറയാം. ഒരു ടീച്ചർ പിന്നെ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തു കൊടുക്കുകയാണ്. അപ്പൊ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന 4-5 കുട്ടികൾ അഡ്മിഷൻ എടുത്തു. 5ാമത്തെ കുട്ടി അഡ്മിഷൻ വന്നു. അപ്പം ഈ HMO പറഞ്ഞു, മാഷല്ല സാറേ, ഞാൻ ഓൾറെഡി 4-5 കൊടുത്തു, എത്രണ്ട് കൊടുത്തു. തൊട്ടപ്പുറത്തെ വിദ്യാലയത്തിൽ ആരും വന്നിട്ടൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യും? ഞാനിന്ന് 5 കൊടുത്തില്ലേ, നിങ്ങൾ അപ്പുറത്തെ വിദ്യാലയത്തിലേക്ക് കൊടുക്കൂ, അവിടെ നിന്ന് അപ്ലൈ ചെയ്യും, അവിടെ കൊടുക്കുന്നു. ശരിയെന്ന് പറഞ്ഞു. രക്ഷിതാവ് ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ രക്ഷിതാവ് ശരിയെന്ന് പറഞ്ഞു. രക്ഷിതാവ് സ്കൂളിന്റെ ഗേറ്റ് കടക്കുന്നതിന് മുമ്പ്, ഞങ്ങളെല്ലാ HMോട് പറയുന്ന കഥയാ, ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് HMന്റെ ഫോണിൽ ഒരു സൗണ്ട് ക്ലിങ്. മെസ്സേജ് എടുത്ത് വായിച്ചു നോക്കി, യു ആർ സസ്പെൻഡഡ് എന്നാണ്. ഒരു കുട്ടിക്ക് RPWD ആക്ട് പ്രകാരം എന്ത് നിഷേധിക്കാൻ പറ്റില്ല? ഭിന്നശേഷി കാരണം പ്രവേശനം നിഷേധിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിഷേധിക്കാൻ പറ്റിയാൽ എന്ത് സംഭവിക്കും? സസ്പെൻഷൻ കൊടുക്കും. ഇത് ഞങ്ങൾ ആരെ സെൻസിറ്റൈസ് ചെയ്തിട്ടുണ്ട്? HMമാരെ സെൻസിറ്റൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെയും എല്ലാ വർഷവും പുതിയ HMമാർ വരും. അപ്പം നിരന്തരം സെൻസിറ്റൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ അങ്ങനെ നിഷേധിക്കുന്ന പരിപാടി ഉണ്ടാവാറില്ല. ഈ പരിപ്രവണതയുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കും, ടീച്ചർക്കെതിരെ ആക്ഷൻ വരും. ആക്ഷൻ വന്നാൽ ഫേസ്ബുക്കിൽ വരും, ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ വരും. അതോടുകൂടി തീരും. ചെയ്യാന്നല്ല, കുട്ടി സർക്കാർ അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് പഠിക്കുന്നതെങ്കിൽ കുട്ടിക്ക് ഒരു ഞാൻ പറഞ്ഞത് അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന ഇഷ്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആസ് എ പാരന്റ്, നമ്മുടെ കുട്ടിയും കൂടി ആണല്ലോ പാരന്റ്, നമ്മളൊരു ഇന്റർവെൻഷൻ ആണ് ശ്രമിക്കേണ്ടത്. ഇന്റർവെൻഷൻ എന്താ? നമ്മൾ ആ ടീച്ചറോട് ഞാൻ എന്ത് കൊണ്ടുവരണ്ട എന്ന് പറയുന്നത് സൊല്യൂഷൻ അല്ലല്ലോ. അത് എങ്ങനെയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സൈക്കോളജിസ്റ്റ് അടുത്ത് പോയി അസുഖം വന്നാൽ എന്താ വീട്ടിൽ വെക്കോ? ഇല്ലല്ലോ. ബിഹേവിയർ ഇഷ്യൂ ആണെന്ന് ആർക്ക് മനസ്സിലായി? നമുക്ക് ഇല്ല, നമ്മളിപ്പോ സംസാരിക്കുന്ന പാരന്റ് ആണല്ലോ. പാരന്റ് മനസ്സിലായി ദർസ് ബിഹേവിയർ ഇഷ്യൂ ഉണ്ട്. ബാത്റൂമിൽ വെള്ളം എടുത്ത് തെറിപ്പിക്കുന്നുണ്ട് എങ്കിൽ ദർസ് ബിഹേവിയർ ഇഷ്യൂ. പനി വന്നതുപോലെ, വയറുവേദന വന്നതുപോലെ, എന്റെ കുട്ടിക്ക് വയറുവേദന ഉള്ള പോലെ പനി ഉണ്ടെങ്കിൽ വീട്ടിൽ വെക്കോ? ടീച്ചർ കൊണ്ടുപോവോ? ഇല്ലല്ലോ, നമ്മളെന്നെല്ലാം കൊണ്ടുപോവാ എന്ന് പറയണത് പോലെ ഈ ബിഹേവിയർ ഇഷ്യൂ ആണെന്ന് നമുക്കറിയാം. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആസ് എ പാരന്റ് നമ്മൾ ഉചിതമായ ബിഹേവിയർ തെറാപ്പിസ്റ്റിനെ കണ്ടെത്തണം. നിങ്ങൾ ഫോൺ നോക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടിയോട് എന്ത് പറയാൻ കഴിയില്ല? പിന്നെ പറയാൻ കഴിയില്ല. പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മൾ സ്വയം നിയന്ത്രിക്കാൻ ആദ്യം ശ്രമിക്കണം. ഇപ്പം ഒന്നുണ്ടായിട്ട് പറയില്ല, എൻ്റെ വീട്ടിൽ TV ഇല്ല, 5-6 വർഷമായി TV ഇല്ലെന്നേ. പിള്ളേർ പഠിത്തം കഴിയുന്നവരെ എന്നാണ് ഞാൻ TV കാണുന്ന കൂട്ടത്തിലാണ്. ഞാൻ TV കാണും, ആര് കാണും? എൻ്റെ പിള്ളേർ കാണുമല്ലോ, കാരണം ഇപ്പോൾ ലിവിംഗ് റൂമിലല്ലേ TV ഉള്ളത്. അപ്പൊ എല്ലാവരും കാണും. കാണാതെ എങ്ങനെ പറയാം? നീ പോയി പഠിക്കുന്ന എങ്ങനെ പറയാം? പറയാൻ പറ്റത്തില്ല. അപ്പം പിള്ളേർ ഒരു ഫുൾ ടൈം TV, മറ്റെന്ത് സാധനമില്ലേ, ഒരു പൂച്ചനെ, എലിയും പൂച്ചയും തമ്മിലൊരു പ്രശ്നം, ടോം ആൻഡ് ജെറി. ഏത് സമയം നോക്കിയാലും തന്നെ ചെറുപ്പത്തില് സാധനം മൊത്തത്തിൽ അങ്ങ് പോയി. ആർക്കും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ആരും TV കാണുന്നില്ല. കഴിഞ്ഞ 10, 5, 6, 7, 8 വർഷം ഇപ്പൊ എന്തില്ല? TV ഇല്ല. ഫുള്ള് തന്നെ ഇതൊരു ചൈനീസ് സീരിയൽ ഉണ്ട്. ചൈന എന്തോ ജപ്പാൻ എന്തോ സാധനം, കൊറിയൻ തന്നെ സംഭവം, കൊറിയൻ ഫുള്ള് കൊറിയൻ. അത് എല്ലാരും കൊറിയനാ. എന്താണോ അതിലുള്ള നിൽക്കാറുണ്ടോ? ഫുള്ള് ടീമും കൊറിയൻ. ഫുള്ള് ടീമും കൊറിയൻ ആണെങ്കിൽ വൈഫൈ വിളിക്കുക, ആർക്കില്ല. പിന്നെ നമ്മളൊക്കെ കയറിയിട്ട് തോണ്ടരുത്. നമ്മൾ പഠിക്കണം. നിങ്ങൾ എന്ന് തിയേറ്ററിൽ പഠിക്കുന്ന പിള്ളേരാണെന്നോ? കാര്യം മനസ്സിലായോ? ഞാനെപ്പോഴും പാരന്റ്സിനോട് ഞാൻ നിർത്താം. പിന്നെ ഞാൻ പാരന്റ്സിനോട് പറഞ്ഞ കഥ കൂടി ഞാൻ പറയാം. സീരിയലില്ലേ, സീരിയല്, ഞാൻ പണ്ടൊക്കെ എനിക്ക് സീരിയലിന് പേരൊക്കെ ഓർമ്മയില്ല, ഇപ്പൊ സീരിയലിന് പേരൊന്നും ഓർമ്മയില്ല. അമ്മക്കിളി ഒരു എക്സാമ്പിൾ ആണ്. അമ്മക്കിളി ഞാൻ തുടക്കത്തിൽ ഞാൻ കാര്യം പറഞ്ഞു, ഗതിവേഗം ഒച്ചിഴിയുന്ന വേഗത്തിലാന്ന് പറഞ്ഞത് 3 വർഷം മുമ്പേ നമ്മൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വേണം. എന്തുകൊണ്ട്? ഇത് നമ്മൾ പറഞ്ഞു. വിഷ്വൽ ഷെഡ്യൂൾ എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ 2-3 വർക്ക്ഷോപ്പിൽ എന്താണ് വിഷ്വൽ ഷെഡ്യൂൾ എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ പിന്നെ ഇങ്ങനെ പരിഗണിക്കണം, അവർക്ക് നമ്മൾ പറഞ്ഞോണ്ട് മനസ്സിൽ അവർ ഇറങ്ങി ഓടും എന്ന് പറയുന്നത് കഴിഞ്ഞ 3 കൊല്ലമായി ആരോട് പറയുന്നു? ടീച്ചർമാരോട് നമ്മൾ പറയുന്നു. ഇന്ന് പറഞ്ഞ നാളത്തേക്ക് നടപ്പിലാവില്ലെന്നേ. കുട്ടി ഓടുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടി ഓടും. കുട്ടിക്ക് സോഷ്യൽ നോംസ് ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയണത് നിങ്ങളോടല്ല ആദ്യമായിട്ട് പറയണേ. ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ടീച്ചർമാരോടാ. അതുകൊണ്ട് നിങ്ങൾ പിടിച്ചിട്ട് കാര്യമില്ല.
ആ കുട്ടിക്ക് സെൻസറി ഇഷ്യൂ ഉണ്ട്, അപ്പൊ സ്മെല്ലാണ് സെൻസറി ഇഷ്യൂ ഉണ്ടാകുന്നത്, ആർട്ടിഫിഷ്യൽ സ്മെല്ല് നിങ്ങൾ വാങ്ങി വെക്കണം. ചിലപ്പോൾ ബാഡ് സ്മെല്ലായിരിക്കും, അത് തേടി കുട്ടി പോകും. അപ്പൊ എന്താവണം, ആ കുട്ടിയുടെ ഏത് സ്മെല്ലാണോ സെൻസറി ഇഷ്യൂ ഉണ്ടാക്കുന്നത് ആ സ്മെല്ല് വിദ്യാർത്ഥികൾ വാങ്ങി വെക്കണം. അതിന് ആദ്യം ആ കുട്ടിക്ക് എന്താ ഇഷ്യൂ